ഗുരവേ ഗൗരചന്ദ്രായ രാധികായ തദാലയെ കൃഷ്ണായ കൃഷ്ണഭക്തായ തദ്ഭക്തായ നമോ നമഃ. ഹരേ കൃഷ്ണ. പ്രിയപ്പെട്ട എല്ലാ ഭക്തർക്കും എൻ്റെ വിനീതമായ പ്രണാമം. ഗ്രന്ഥ ശ്രീമദ് ഭാഗവതം ഭഗവാന്റെ കൃപ കൊണ്ട് നമ്മൾ പഠിക്കുന്നു. 3-ാമത്തെ അധ്യായം പ്രഥമസ്കന്ധത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇന്നലെ 3 ശ്ലോകങ്ങൾ നമ്മൾ പഠിച്ചു. ആദ്യത്തെ 3 ശ്ലോകങ്ങൾ 3-ാമത്തെ അധ്യായത്തിലെ 4-ാമത്തെ ശ്ലോകം മുതൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു 1-ാമത്തെ അധ്യായത്തിൽ ശൗനകാദി ഋഷികൾ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ആണ് പിന്നീട് ഈ ഭാഗവതം മുഴുവനും. അപ്പോൾ അതിൽ സ്പെസിഫിക്കലി ചോദിച്ച ചോദ്യം ക്വസ്റ്റ്യൻ നമ്പർ 4 പുരുഷാവതാരങ്ങളെക്കുറിച്ചായിരുന്നു. 4-ാമത്തെ ചോദ്യം പുരുഷാവതാരങ്ങൾ എന്തൊക്കെയാണെന്ന് ആയിരുന്നു. പുരുഷാവതാരങ്ങൾ ആരൊക്കെയാണ്, അവരുടെ റോൾ എന്താണ്, അല്ലെങ്കിൽ അവർ എന്താണ് ചെയ്യുന്നത്, അതും ഇമ്പോർട്ടൻ്റ് ആണ്. ആരാണ് അവതാരം എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ആ അവതാരം എന്താണ്, അവരുടെ സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ റോൾ എന്നുള്ളതാണ് ചോദ്യത്തിലെ ഡീറ്റെയിൽസ്. അപ്പോൾ പുരുഷാവതാരങ്ങളുടെ റോൾ, അവർ ചെയ്യുന്ന അവരുടെ ഡ്യൂട്ടീസ് എന്താണ്, അവതാരത്തിൻ്റെ ഉദ്ദേശം എന്താണ് എന്നുള്ളതാണ് 3-ാമത്തെ അധ്യായത്തിലെ ആദ്യത്തെ ശ്ലോകങ്ങളിൽ പറയുന്നത്. 1, 2, 3, 4, 5 1 മുതൽ 5-ാമത്തെ ശ്ലോകം വരെയാണ് പുരുഷാവതാരങ്ങളുടെ ജോലി, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന അവരുടെ അവതാര ഉദ്ദേശം എന്താണ്, റോൾ എന്താണ് എന്നുള്ളതാണ് പറയുന്നത്. നമ്മൾ കാരണോദകശായ വിഷ്ണുവിനെ കുറിച്ച് പഠിച്ചു ആദ്യത്തെ ശ്ലോകത്തിൽ. 2-ാമത്തെ ശ്ലോകത്തിൽ ഗർഭോദകശായ വിഷ്ണു നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ 3 പുരുഷാവതാരങ്ങളിൽ കാരണോദകശായ വിഷ്ണു അല്ലെങ്കിൽ മഹാവിഷ്ണു, 2 ഗർഭോദകശായ വിഷ്ണു, 3 ക്ഷീരോദകശായ വിഷ്ണു. വീണ്ടും വീണ്ടും നമ്മളിത് റിപ്പീറ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിൽ അത് ശരിക്കും പതിയാൻ വേണ്ടിയിട്ട് തന്നെയാണ്. പുതുതായിട്ട് ജോയിൻ ചെയ്തിട്ടുള്ളവർക്കും അവർക്കും ഇതൊരു അറിവായിരിക്കും, അതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഗർഭോദകശായ വിഷ്ണു 3 പുരുഷാവതാരങ്ങൾ. ആദ്യത്തെ കാരണോദകശായ വിഷ്ണു നമ്മൾ പറഞ്ഞിരുന്നു ഈ ഭൗതിക ലോകത്തിൻ്റെ മുഴുവനും പരമാത്മാവായിട്ട് കണക്കാക്കുന്നു മഹാവിഷ്ണുവിനെ, അല്ലെങ്കിൽ കാരണോദകശായ വിഷ്ണുവിനെ. ഗർഭോദകശായ വിഷ്ണു ആണെങ്കിൽ 2-ാമത്തെ വിസ്തരണമാണ് പുരുഷാവതാരങ്ങളിലെ. ഗർഭോദകശായ വിഷ്ണു ഓരോ ബ്രഹ്മാണ്ടത്തിനകത്തോട്ട് പ്രവേശിക്കുന്നു അല്ലേ. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ നാഭിയിൽ നിന്ന് വരുന്ന താമരത്തണ്ടിലാണ് 14 ലോകങ്ങളുള്ളതും. ഏറ്റവും ഉപരി ലോകത്തിൽ അല്ലെങ്കിൽ ഏറ്റവും മുകളിൽ ബ്രഹ്മലോകം, ബ്രഹ്മാവും അവിടെയാണ് അവതരിക്കുന്നത്. ഇനി അപ്പോൾ പരമാത്മാവ്, ബ്രഹ്മാണ്ടത്തിൻ്റെ പരമാത്മാവായിട്ട് ഗർഭോദകശായ വിഷ്ണുവിനെ കണക്കാക്കുന്നു. ഇനി 3-ാമത്തെ വിസ്തരണമാണ് ക്ഷീരോദകശായ വിഷ്ണു. ക്ഷീരോദകശായ വിഷ്ണു ഓരോ കണത്തിലും, ഓരോ ആറ്റത്തിനകത്തും, അല്ലെങ്കിൽ ഓരോ ജീവജാലങ്ങളുടെ ഹൃദയത്തിലും പരമാത്മാവായിട്ട് ഇരിക്കുന്നുണ്ട്, സർവ്വവ്യാപിയായിട്ട്. 3-ാമത്തെ വിസ്തരണമാണ് ക്ഷീരോദകശായ വിഷ്ണു. ഒരു കാര്യം കൂടെ ഇവിടെ നമ്മൾ നോട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പല ഭാഗവതത്തിൽ പല സാഹചര്യങ്ങളിലും കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ സമുദ്രമന്ഥന ലീല നടക്കുന്നതിനേക്കാൾ മുമ്പ്, കൃഷ്ണൻ്റെ അവതാരത്തിന് മുമ്പ് ഒക്കെ ബ്രഹ്മാവും മറ്റുള്ള ദേവതമാരും എല്ലാവരും ചേർന്ന് ക്ഷീരസാഗരത്തിൽ പോയി ദുഃഖം പറയുന്നത്. അതായത് ഇവിടെ അസുരന്മാർ കാരണം സഹിക്കാൻ പറ്റുന്നില്ല, ഭഗവാനെ അങ്ങ് അവതരിക്കൂ എന്ന് പറഞ്ഞ് പോയി റിക്വസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതെല്ലാം ആരുടെ അടുത്താണ് പോയി റിക്വസ്റ്റ് കൊടുക്കുന്നത്, നിവേദനം സമർപ്പിക്കുന്നത്? ക്ഷീരോദകശായ വിഷ്ണുവിൻ്റെ അടുത്താണ്. കാര്യം, ക്ഷീരോദകശായ വിഷ്ണുവിന് ഈ ബ്രഹ്മാണ്ടത്തിൽ ഒരു വൈകുണ്ഠം ഉണ്ട്, അല്ലെങ്കിൽ അദ്ദേഹം ഇരിക്കുന്ന ഒരു സ്ഥലമുണ്ട്, ഈ ക്ഷീരസാഗരം ഉള്ള സ്ഥലം ഉണ്ട്. ധ്രുവലോകത്തിന് അടുത്താണ് ഇതുള്ളത്. ഇത് ഉപരി 14 ലോകങ്ങളിൽ ഇപ്പോൾ നമ്മൾ ബ്രഹ്മലോകമാണ് ഏറ്റവും മുകളിലെന്ന് പറഞ്ഞു. അതിൻ്റെയൊക്കെ, അതായത് ഏറ്റവും മുകളിലുള്ള ലോകങ്ങളുടെ അടുത്താണ് ഈ വൈകുണ്ഠ ലോകം. ഈ ഓരോ ബ്രഹ്മാണ്ടത്തിനകത്തെ വൈകുണ്ഠ ലോകത്തെക്കുറിച്ചാണ് പറയുന്നത്. ക്ഷീരോദകശായ വിഷ്ണു അദ്ദേഹത്തിൻ്റെ വാസം അവിടെയാണ്, ധ്രുവലോകത്തിനും ചേർന്നിട്ടുള്ളതാണ്. അപ്പോൾ ആ ക്ഷീരോദകശായ വിഷ്ണുവിൻ്റെ അടുത്താണ് ബ്രഹ്മാവും മറ്റുള്ള ദേവതമാരും പോയി നിവേദനം സമർപ്പിക്കുന്നത്, പ്രശ്നങ്ങൾ വരുമ്പോൾ പോയി പറയുന്നത് അങ്ങ് അവതരിക്കണം എന്ന് പറഞ്ഞ്. ഇനി ഇതെല്ലാം ഭൗതിക ലോകത്തിലുള്ളതാണോ പ്രഭു? ഇതെല്ലാം ഭൗതികമാണോ? ഭൗതിക ലോകത്തിലെ സൃഷ്ടിയുമായിട്ട് സംബന്ധിച്ചുള്ള അവതാരം, ഭഗവാന്റെ അവതാരങ്ങളാണ് ഈ 3 പുരുഷാവതാരങ്ങളും. ഈ 3 പുരുഷാവതാരങ്ങളും, പുരുഷാവതാരം എന്ന് പറഞ്ഞാൽ 3, ഈ 3 അവതാരങ്ങളും ഭൗതിക ലോകത്തിൻ്റെ സൃഷ്ടി, പരിപാലനം, സംഹാരമായിട്ട് സംബന്ധിച്ചിട്ടുള്ള, അതാണ് അവരുടെ ജോലി. അപ്പോൾ ആധ്യാത്മിക ലോകത്തിൽ
അല്ലെങ്കിൽ വൈകുണ്ഠ ലോകങ്ങളിൽ വിഷ്ണു അവതാരം വിഷ്ണു ആയിട്ടല്ല അവിടെ ഇരിക്കുന്നത്. മഹാവിഷ്ണുവായിട്ടും ക്ഷീരോദക ശൈവിഷ്ണുവായിട്ടോ ഗർഭോദക ശൈവിഷ്ണുവായിട്ടല്ല ഉള്ളത്, നാരായണനായിട്ടാണ് ഉള്ളത്. ഇപ്പം നാരായണനാണ് അവരുടെ 4 ചതുർഭുജമൂർത്തിയിൽ വെച്ച് ആ ഒരു ഉത്ഭവം അവിടെ നിന്നാണ്. കാര്യം ഗോലോക വൃന്ദാവനം കഴിഞ്ഞ് വൈകുണ്ഠ ഗ്രഹങ്ങളിൽ നാരായണൻ ഉണ്ട്. ആ നാരായണനിൽ നിന്നാണ് പിന്നീട് വീണ്ടും ചതുർവ്യൂഹം വരുന്നതും അവിടെ നിന്ന് പിന്നെ ഈ പുരുഷാവതാരങ്ങൾ വരുന്നതും. പുരുഷാവതാരങ്ങളുടെ റോള് തീർച്ചയായിട്ടും ഭൗതിക ലോകത്തിൻ്റെ സൃഷ്ടി സംഹാര പരിപാലനമായിട്ട് സംബന്ധിച്ചിട്ടുള്ളതാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഈ ഭൗതിക ലോകത്തിൽ ഇരിക്കുന്ന കാരണം പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ടാവും മഹാവിഷ്ണുവാണ് പരമദിവ്യോത്തമ പുരുഷൻ എന്നുള്ളത്, അല്ലെങ്കിൽ മഹാവിഷ്ണുവാണ് ഏറ്റവും വലിയ പൊസിഷനിലിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ആ ഒരു കാര്യത്തിന് സംശയമില്ല, അത് അങ്ങനെ പറയുന്നത് തെറ്റല്ല. കാര്യം ശരിയാണ്. ഈ ഭൗതിക ലോകത്തിൻ്റെ ഒരു റെൽമ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹമാണ് ടോപ്പ്. കാര്യം അദ്ദേഹത്തിനാണ് ഇത് ഈ സൃഷ്ടി നടക്കുന്ന, നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു, മൂലകങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നു, ഇനി അതിനുശേഷം ജീവജാലങ്ങളെ പ്രകൃതിയിലേക്ക് കൊടുക്കുന്നു, അതിനെ ആക്ടിവേറ്റ് ചെയ്യുന്നു, പ്രധാന പ്രകൃതിയാവുന്നു. ഇതെല്ലാം പല മൂലകങ്ങളും, ഭൂമി, അപ്പോനലോ, വായുർഖം, ഇതെല്ലാം അദ്ദേഹം സൃഷ്ടിക്കുന്നു. മനസ്സ്, ഇതെല്ലാം അദ്ദേഹത്തിൽ നിന്ന് വരുന്നതാണ്. ഭൗതിക ലോകം, ബ്രഹ്മാണ്ടങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് വരുന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ ഭൗതിക ലോകത്തിലെ അധിപനായിട്ട് വേണമെങ്കിൽ നമുക്ക് മഹാവിഷ്ണു അല്ലെങ്കിൽ കാരണോദയ വിഷ്ണുവിനെ പറയാം. അതുകൊണ്ടാണ് ആ ഒരു പൊസിഷൻ പലപ്പോഴും അദ്ദേഹമാണ് ഏറ്റവും ടോപ്പായിട്ട് ഉള്ളതെന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ആ ഒരു അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്നത് തെറ്റല്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ മഹാവിഷ്ണുവിന് ഒരു സോഴ്സ് ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കാര്യം മഹാവിഷ്ണു അല്ലെങ്കിൽ കാരണോദയ വിഷ്ണു അംശത്തിൻ്റെ അവതാരമാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ബലരാമൻ, കൃഷ്ണൻ ആദ്യത്തെ വിസ്തരണം, ബലരാമൻ, പിന്നീട് ചതുർവ്യൂഹം, നാരായണൻ, വീണ്ടും ചതുർവ്യൂഹം, അത് കഴിഞ്ഞിട്ടാണ് പുരുഷാവതാരങ്ങൾ വരുന്നത്, മഹാവിഷ്ണു വരുന്നത്. അപ്പോൾ എത്രയോ സ്റ്റെപ്പ് കഴിഞ്ഞിട്ടാണ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം തുടക്കം കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അങ്ങോട്ട് നമ്മൾ ഈ ഒരു അധ്യായത്തിൽ ഭഗവാന്റെ പല അവതാരങ്ങളും പറയുന്നുണ്ട്, അവിടെ ഇത് വ്യക്തമാവും. മാത്രമല്ല ശീല ജീവഗോസ്വാമി കൃഷ്ണ സന്ദർഭത്തിൽ ഇത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്നുള്ളത് അദ്ദേഹം പ്രൂവ് ചെയ്യുന്നുണ്ട്. ഭാഗവതത്തിൽ തന്നെ പല സ്ഥലങ്ങളിലായിട്ട് ഭഗവാൻ കൃഷ്ണൻ തന്നെയാണ് പരമദിവ്യോത്ത പുരുഷൻ എന്ന് പറയുന്നുണ്ട്. അതെല്ലാം ഒരുമിച്ച് അദ്ദേഹം എടുത്ത് അതിനെ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട് ശീല ജീവഗോസ്വാമി. അപ്പോൾ ഭാഗവതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണനെക്കുറിച്ച്, പരമദിവ്യോത്തമ പുരുഷൻ ഭഗവാൻ കൃഷ്ണനെ കുറിച്ചുള്ളതാണ്. കാര്യം ഒന്ന് ആലോചിക്കണം, വ്യാസദേവൻ മറ്റുള്ള ശാസ്ത്രങ്ങളെല്ലാം എഴുതിയതിന് ശേഷം അവസാനമാണ് ഭാഗവതം എഴുതുന്നത്. അപ്പോൾ നാരദമുനി പറഞ്ഞു, എല്ലാം എഴുതി, ഒരു കാര്യം മാത്രം വേണ്ട രീതിയിൽ ഭക്തിയുത സേവനങ്ങളെക്കുറിച്ച് ഊന്നി പറഞ്ഞിട്ടില്ല. മാത്രമല്ല വേണ്ട രീതിയിൽ പരമദിവ്യോത്തമ പുരുഷൻ കൃഷ്ണനെക്കുറിച്ച് വർണ്ണിച്ചിട്ടില്ല. അതുകൊണ്ടാണ് നിനക്ക് ഒരു സംതൃപ്തി ഇല്ലാത്തത് എന്ന് പറഞ്ഞു. അതിനുശേഷം അവസാനം അദ്ദേഹം ഇതെല്ലാം ഭാഗവതം എഴുതുന്നു. അതിൽ നിന്ന് തന്നെ പ്രൂഫാണ് എന്ത്, വ്യാസദേവൻ ബാക്കിയുള്ളതെല്ലാം എഴുതിയിട്ടൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാതെ കൃഷ്ണപുരാണം, ഭാഗവതത്തെ അങ്ങനെയും പറയാം. കാര്യം കൃഷ്ണനെക്കുറിച്ച് മാത്രമാണ് പറയുന്നത്. നമ്മൾ ഭഗവാന്റെ കൃപയുണ്ടെങ്കിൽ ശീല ജീവഗോസ്വാമിയുടെ കൃഷ്ണ സന്ദർഭത്തിലെ ഈ ഒരു പാർട്ടുകളെല്ലാം നമ്മൾ എപ്പോഴെങ്കിലും സമയം കിട്ടുവാണെങ്കിൽ, ഭഗവാന്റെ കൃപയുണ്ടെങ്കിൽ, സമയം മാത്രമല്ല ഭഗവാന്റെ കൃപ വേണം, എല്ലാം ഹൈ ലെവൽ ടോപ്പിക്സ് ആണ്. അപ്പോൾ അവിടെ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ഭഗവാൻ കൃഷ്ണൻ ആണ് എല്ലാത്തിൻ്റെയും ഉറവിടം എന്നുള്ളത്. സർവ അവതാരി കൃഷ്ണ, സ്വയം ഭഗവാനാണ് കൃഷ്ണൻ എന്നുള്ളത് ഭാഗവതത്തിൽ തന്നെ പ്രൂഫാണ്. അപ്പോൾ വേറെ എവിടെയും പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ആ ഒരു തത്വം, കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്നുള്ള തത്വം നമുക്ക് ഭാഗവതത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അത് ഇനി മുന്നോട്ട് നമുക്ക് നോക്കാം എപ്പോഴെങ്കിലും. ഓക്കെ, അപ്പോൾ ഇതുവരെയായി അപ്പോൾ 3 ശ്ലോകങ്ങൾ വരെ പറഞ്ഞു. അപ്പോൾ ആദ്യത്തെ ശ്ലോകത്തിൽ കാരണോദയ വിഷ്ണു, 2 ഗർഭോദക വിഷ്ണു, 3 ശ്ലോകത്തിലും ഗർഭോദക വിഷ്ണുവിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മളെ എന്താ പറഞ്ഞത്, ഈ വിരാട് രൂപത്തെക്കുറിച്ച് അവിടെ നമ്മൾ ചർച്ച ചെയ്തു ഇന്നലെ. ഇനി വിരാട് രൂപത്തിൻ്റെ ആ 3 ശ്ലോകത്തിൻ്റെ ബാക്കിയാണ് 4 ശ്ലോകം. നമുക്ക് നോക്കാം. പശ്യന്ത്യതോ രൂപം
അധഭ്രചക്ഷുഷാ സഹസ്രപാദോരു ഭുജാനുനാദ്ബുധം സഹസ്രമൂർധ ശ്രവണാക്ഷി നാസികം സഹസ്രമൗലി അംബര കുണ്ടലോലസത്. ഓക്കെ, ശ്രീദേവി മാതാജി ഉണ്ടോ? ശ്രീദേവി വേണുഗോപാൽ. ഓക്കെ, കലാദേവി മാതാജി വായിക്കൂ. ഹരേ കൃഷ്ണ പ്രഭുജി. ശ്ലോകം വിവർത്തനം. നമോ ഭഗവതേ വാസുദേവായ. പശ്യന്യതോ രൂപം അഭദ്രചക്ഷുഷാ സഹസ്രപാദോ ഭുജാനനാത്ഭുതം സഹസ്രമൂർധ ശ്രവണാക്ഷിനാസികം സഹസ്രമൗല്യാംബര കുണ്ടലോല്ലസൽ. വിവർത്തനം വായിക്കണോ പ്രഭു? വായിക്കൂ. വിവർത്തനം ബൈ ശ്രീല പ്രഭുപാദ് കി ജയ്. ഭക്തന്മാർ പൂർണ്ണതയുള്ള കുറ്റമറ്റ നേത്രങ്ങളാൽ സഹസ്ര ഊരുക്കളും പാദങ്ങളും ഹസ്തങ്ങളും വദനങ്ങളുമുള്ള സർവാതിശയവും അസാധാരണവുമായ പുരുഷാവതാരത്തിന്റെ അതീന്ദ്രിയ രൂപം ദർശിക്കുന്ന ആ സാമാന്യാതീത രൂപത്തിൽ സഹസ്ര ശിരസ്സുകളും കർണങ്ങളും നേത്രങ്ങളും നാസികകളുമുണ്ട്. അവയെല്ലാം സഹസ്ര കിരീടങ്ങളാലും തേജസ്സുറ്റ കുണ്ടലങ്ങളാലും പൂമാലകളാലും സമ്പൂജ്യമായി അലങ്കരിച്ചിരിക്കുന്നു. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു. വിരാട്ട പുരുഷൻ അല്ലെങ്കിൽ വിരാട്ട രൂപത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ ഗർഭോദകശായ വിഷ്ണു നമ്മൾ പറഞ്ഞിരുന്നു. ബ്രഹ്മാണ്ടം മുഴുവനും എടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഓരോ ഭാഗങ്ങളായിട്ട് പറയുന്നു. അതിൽ ദേവതമാരുണ്ട്, എല്ലാം വരുന്നു. ബ്രഹ്മാണ്ടം മുഴുവനും അദ്ദേഹത്തിൻ്റെ ശരീരത്തിലെ ഭാഗങ്ങളായിട്ടാണ് പറയുന്നത്. ഇവിടെ പറയുന്നു ആയിരക്കണക്കിന് തലകൾ, ചെവികൾ, കണ്ണുകൾ, മൂക്ക് എല്ലാം. ഈ ഒരു രൂപം ആര് കാണുന്നുണ്ട്? വിശ്വരൂപം അർജുനൻ ഭഗവത്ഗീതയിൽ കാണുന്നുണ്ട് അല്ലേ? നമുക്കറിയാം 11-ാമത്തെ അധ്യായത്തിൽ അദ്ദേഹം കാണുന്നു. ഈ രൂപം കണ്ട് അർജുനൻ പേടിയാവുന്നു. അദ്ദേഹം പറയുന്നു എനിക്ക് ഈ ഒരു രൂപം കണ്ട് പേടിയാവുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അതിനുശേഷമാണ് ചതുർഭുജ രൂപവും പിന്നീട് കൃഷ്ണൻ്റെ ഒറിജിനൽ രൂപവും കാണുന്നത്. നമ്മൾ ഇന്നലെയും അതിനെക്കുറിച്ച് പറഞ്ഞു. ഇവിടെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഈ രൂപം അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കണമെങ്കിൽ, ഈ ഭഗവാന്റെ വിരാട്ട രൂപം മനസ്സിലാക്കണമെങ്കിൽ ആർക്കാണ് സാധിക്കുന്നത്? ഭക്തർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അതാണ് ഇവിടെ പറയുന്നത്. പശ്യന്തി അധ പുരുഷ രൂപം അധഭ്ര ചക്ഷുഷ. അതായത് കണ്ണുകൾ കൊണ്ട് സാധാരണ ഭൗതിക തലത്തിൽ ഉള്ള നമ്മുടെ പോലുള്ള കണ്ണുകൾ ഉപയോഗിച്ച് കാണാൻ സാധിക്കില്ല ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ. എന്നാൽ അർജുനനെ പോലെ ഒരു ഭക്തന് കാണാൻ സാധിക്കുന്നു. ഭഗവാൻ അവിടെ പറയുന്നുണ്ട് ഭഗവത്ഗീതയിൽ, അർജുന, ഈ രൂപം ഇതിനു മുമ്പും ആരും കണ്ടിട്ടില്ല. ഞാൻ നിന്റെ അല്ലെങ്കിൽ നീ എനിക്ക് വളരെ പ്രിയപ്പെട്ട വ്യക്തിയാണ്, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്താണ്, ഭക്തനാണ്. അതുകൊണ്ട് ഞാൻ ദിവ്യമായിട്ടുള്ള ചക്ഷു നിനക്ക് ഞാൻ തരുന്നു. ദിവ്യ ചക്ഷു അല്ലെങ്കിൽ ആ ദിവ്യമായിട്ടുള്ള നേത്രങ്ങൾ കൊണ്ട് നിനക്ക് എന്നെ കാണാൻ സാധിക്കും. അവിടെ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. അപ്പോൾ അർജുനന് ആ ഒരു അവസരം ഭഗവാൻ കൊടുക്കുന്നത് കാരണം എന്താണ്? അതിൻ്റെ റീസൺ എന്താണ്? ഭഗവാന്റെ ശുദ്ധ ഭക്തനാണ് അർജുനൻ. അതുകൊണ്ട് അതാണ് ഇവിടെ പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. വിരാട്ട രൂപം കാണാൻ തന്നെ നമ്മൾ പറഞ്ഞു ഇന്നലെ, വിരാട്ട രൂപം അല്ലെങ്കിൽ ഈ വിശ്വരൂപം എന്ന് പറയുന്നത് ഭൗതിക ലോകത്തിലെ ഈ ആവിഷ്കാരത്തിൻ്റെ പ്രതീകമായിട്ടുള്ളൊരു ഒരു 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 രൂപമാണ്. ഇത് ആധ്യാത്മിക ലോകത്തിൽ, ശാശ്വത ലോകത്ത് ഈ ഒരു രൂപമില്ല എന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ വിരാട്ട രൂപം കാണുന്നത് തന്നെ ഇത്രയും ബുദ്ധിമുട്ടാണ്. നമ്മളെപ്പോലുള്ളവർക്ക് കാണാൻ സാധിക്കില്ല. അപ്പോൾ അതിന് ഭഗവാന്റെ കൃപ വേണം. ഭഗവാന്റെ കൃപ വേണമെങ്കിൽ നമ്മൾ ഭക്തരായിരിക്കണം. ഭഗവാന്റെ അർജുനോട് പറഞ്ഞ പോലെ, നീ എൻ്റെ പ്രിയപ്പെട്ട ഭക്തനായതുകൊണ്ട് ഞാൻ നിനക്കൊരു അവസരം തരുന്നു കാണുവാൻ വേണ്ടി എന്നാണ് പറഞ്ഞത്. അപ്പോൾ വിരാട്ട രൂപം കാണാനുള്ള ഒരു ബുദ്ധിമുട്ട് ഇത്രയും ഉണ്ടെങ്കിൽ എന്തായിരിക്കും നമ്മുടെ ശ്യാമസുന്ദരൻ്റെ രൂപം കാണാൻ ഗോലക വൃന്ദാവനത്തിലെ ആ രൂപം ശരിക്കും നമുക്ക് ആ ഒരു ദർശനം കിട്ടാൻ വേണ്ടി എത്ര ബുദ്ധിമുട്ടുണ്ടാവും എന്ന് ചിന്തിച്ചു നോക്കൂ. അത്രയും പ്യൂരിറ്റി ആവശ്യമാണ്.
അപ്പോൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം, നമ്മൾ ഭൗതിക ലോകത്തിൽ മാത്രമുള്ള ഒരു രൂപമാണ് വിശ്വരൂപം എന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം ഇത് ഭൗതികമാണ് എന്നുള്ളത് വിചാരിക്കരുത്. കാര്യം ഭഗവാന്റെ ഒരു രൂപമാണ്, അത് എപ്പോഴും അതീന്ദ്രിയ തരത്തിലുള്ളതാണ്. എന്നാൽ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ആധ്യാത്മിക ലോകത്തിൽ ഇങ്ങനൊരു രൂപം ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കണം. ഒരിക്കലും വിചാരിക്കരുത് ഇത് ഭൗതികമായിട്ടുള്ള രൂപമാണെന്നുള്ളത്. ഒരിക്കലുമല്ല, അത് ദിവ്യമായിട്ടുള്ള രൂപം തന്നെയാണ്. ദിവ്യമായിട്ടുള്ള രൂപം ആയതുകൊണ്ട് തന്നെയാണ് സാധാരണ ആളുകൾക്ക് കാണാൻ സാധിക്കാത്തത്. ആ ദിവ്യ ചക്ഷു ഉള്ളവർക്ക് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ആധ്യാത്മിക ലോകത്തിൽ ഇങ്ങനൊരു രൂപമില്ല എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം. ശ്രീല പ്രഭുപാദി ഭാവാർത്ഥത്തിൽ പറയുന്നു, ഭഗവത്ഗീതയിലും പറയുന്നുണ്ട്, നമ്മൾ ഓൾറെഡി പറഞ്ഞു, ശുദ്ധ ഭക്തിയുത സേവനങ്ങൾ ചെയ്യുന്നവർക്കേ ഭഗവാന്റെ അതീന്ദ്രിയ രൂപം കാണാൻ സാധിക്കുകയുള്ളൂ. അത് ഈ രൂപം വിശ്വരൂപമാവട്ടെ, ഏത് രൂപം വേണമെങ്കിൽ ആവട്ടെ, വിഷ്ണു രൂപമാവട്ടെ, കൃഷ്ണൻ്റെ ശ്യാമസുന്ദര രൂപമാവട്ടെ, ഇതെല്ലാം കാണണമെങ്കിൽ എന്താണ് ബ്രഹ്മസംഹിതയിലും പറയുന്നു, പ്രഭുപാദ ഇവിടെ കോട്ട് ചെയ്യുന്നുണ്ട്, പ്രേമാഞ്ജന ചുരിത ഭക്തി വിലോചനേന. പ്രേമാഞ്ജനം കൊണ്ട്, പ്രേമം, കൃഷ്ണപ്രേമം കൊണ്ട് അഞ്ജനം എഴുതിയിട്ടുള്ള കണ്ണുകൾ കൊണ്ട് മാത്രമേ കൃഷ്ണനെ കാണാൻ സാധിക്കുകയുള്ളൂ, ഭഗവാനെ കാണാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത്. അതിൻ്റെ അർത്ഥം എന്താണ്? പരിശുദ്ധ ഭക്തർക്ക് മാത്രമേ ഭഗവാന്റെ ദർശനം കിട്ടുകയുള്ളൂ എന്നുള്ളത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇനി നമ്മൾ നാരദമുനിയുടെ ലീലയിൽ 5-ാമത്തെ അധ്യായത്തിൽ 4-5 അധ്യായങ്ങളിലൊക്കെ നമ്മൾ കാണും. അവിടെ നാരദമുനി പോലും ഭഗവാന്റെ ദർശനം ഒരു പ്രാവശ്യം കിട്ടിയതിന് ശേഷം അദ്ദേഹം പിന്നീട് കാണാൻ സാധിക്കുന്നില്ല. അവിടെ ഭഗവാൻ പറയുന്നുണ്ട് നാരദമുനിയോട്, നാരദമുനി ആയിട്ടില്ല, നാരദമുനി ആവുന്നേക്കാൾ മുമ്പുള്ള ജന്മത്തിലെ കാര്യമാണ്. അദ്ദേഹത്തോട് പറയുന്നു, ഇനിയും ശുദ്ധമാവാനുണ്ട് നീ എന്ന്. ഒരു പ്രാവശ്യം ദർശനം കൊടുത്തു അദ്ദേഹത്തിന്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളൊക്കെ എവിടെയാണ് കിടക്കുന്നത്? എവിടെയോ പുറകിലാണ് കിടക്കുന്നത്. ഇപ്പോഴും കാമക്രോധ ലോഭ മോഹ മത മത്സരങ്ങൾ പോയിട്ടില്ല. കാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യത്തിനേക്കാൾ കൂടുതലുള്ള ആഗ്രഹങ്ങൾ, ഈ ഭൗതിക തലത്തിലുള്ള ആഗ്രഹങ്ങൾ, ഇതാണ് എല്ലാത്തിൻ്റെയും തുടക്കം. കാമ ക്രോധ ലോഭ മോഹ മത മാത്സര്യ, 6 അനർത്ഥങ്ങളെ നമ്മൾ പറയും. ഈ അനർത്ഥങ്ങൾ ഉള്ളവരാണ് നമ്മളെല്ലാവരും. ഭൗതിക ലോകത്തിൽ നമ്മൾ കാലാകാലങ്ങളായിട്ടുണ്ട്. ഈ അനർത്ഥങ്ങൾ പല കോമ്പിനേഷൻസിൽ നമ്മുടെ ഉള്ളിലുണ്ട്. ഒരാൾ പോലും ഇല്ലാത്തതുണ്ടാവില്ല. എന്നാൽ ഈ അനർത്ഥങ്ങൾ പൂർണ്ണമായിട്ടും പൂജ്യമാവണം, പൂർണ്ണമായിട്ടും മാറിയാലേ, നമ്മളിൽ നിന്ന് പോയാൽ മാത്രമേ ആധ്യാത്മിക ലോകത്തിലേക്ക് പ്രവേശനം ഉള്ളൂ. അതിനൊരു സംശയം വേണ്ട. അതിൽ ഏറ്റവും ഭയാനകമായ അല്ലെങ്കിൽ ഏറ്റവും അപകടം പിടിച്ചത് അല്ലെങ്കിൽ എല്ലാത്തിൻ്റെയും തുടക്കം എന്താണ്? കാമമാണ് എല്ലാത്തിൻ്റെയും ബേസ്. കാമം എന്ന് ഉദ്ദേശിക്കുന്നത് ഇന്ദ്രിയ സുഖങ്ങൾ, എന്ത് സുഖമാവട്ടെ, അതിയായിട്ടുള്ള ആഗ്രഹങ്ങൾ, ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങൾ. എന്തുകൊണ്ടാണ് കാമമാണ് എല്ലാത്തിൻ്റെയും ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്? കാര്യം ആഗ്രഹം എന്ന് ശ്രദ്ധിക്കണം, മനോഹരമാണ്. ആഗ്രഹങ്ങളാണ്, അതായത് ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങളാണ് കാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആവശ്യത്തിനേക്കാൾ കൂടുതലുള്ള അല്ലെങ്കിൽ അതിയായിട്ടുള്ള ആഗ്രഹം. ആ കാമം സാധിക്കാതെ വരുമ്പോഴാണ് ക്രോധം വരുന്നത്. ശരിയാണോ? അതെ. ആഗ്രഹം നടക്കാതെ വരുമ്പോൾ ക്രോധം വരുന്നു ഓട്ടോമാറ്റിക്കലി. ഇനി കാമക്രോധ ലോഭ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രീഡ് അല്ലെങ്കിൽ അത്യാഗ്രഹം. അത് ഒരു ലെവലും കൂടെ അപ്പുറത്ത് പോയി. അത്യാഗ്രഹം എന്ന് പറയുന്നത് എന്താണ്? കാമം സാധിക്കുമ്പോഴാണ് അത്യാഗ്രഹം വരുന്നത്. കാമമാണ് എല്ലാത്തിൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നതിൻ്റെ എക്സ്പ്ലനേഷനാണ് നമ്മൾ പറയുന്നത്, ആചാര്യന്മാർ പറയുന്നതാണ്. അപ്പോൾ ആഗ്രഹങ്ങൾ സാധിക്കാതെ വരുമ്പോൾ ദേഷ്യം വരുന്നു, ആഗ്രഹങ്ങൾ സാധിക്കുമ്പോൾ അതിനോടുള്ള ആഗ്രഹം ഒന്നുകൂടെ കൂടുന്നു, ആർത്തി വരുന്നു, അപ്പോൾ ലോഭമായി. ഇനി അടുത്തത് എന്താണ്? കാമക്രോധ ലോഭ മോഹ എന്ന് പറഞ്ഞാൽ എന്താണ്? കൺഫ്യൂഷൻ, ശരിയും തെറ്റും തിരിച്ചറിയാത്ത അവസ്ഥ. അപ്പോൾ ഈ കാമം കൂടി അത് ലോഭമാവുമ്പോൾ അത്യാഗ്രഹവും അത്യാർത്തിയും വരുന്ന സമയത്ത് നമുക്ക് ശരിയും തെറ്റും തിരിച്ചറിയില്ല. തെറ്റായിട്ടുള്ളതിനെയും ശരിയായിട്ട് നമ്മൾ വിചാരിച്ച് അതിനു വേണ്ടി നമ്മൾ പലതും ചെയ്യുന്നു, അല്ലേ? ആ സമയത്ത്
നമ്മുടെ ബുദ്ധി പ്രവർത്തിക്കുന്നില്ല. അതാണ് മോഹം, അല്ലെങ്കിൽ വ്യാമോഹം, അല്ലെങ്കിൽ ബുദ്ധി ഭ്രഷ്ട് സംഭവിക്കുന്നു. ഇനി ആഗ്രഹങ്ങൾ അത്യാർത്തിയായി കഴിഞ്ഞാൽ അത് സംഭവിക്കുന്നു. ഇനി ദേഷ്യം വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ബുദ്ധി പ്രവർത്തിക്കുന്നില്ല എന്നുള്ളത്. ആ സമയത്ത് ശരിയും തെറ്റും തിരിച്ചറിയുന്നില്ല. ദേഷ്യം വരുമ്പോൾ എന്ത് പറയും, എന്ത് ചെയ്യണമെന്ന് അറിയില്ല, അല്ലേ? അപ്പോൾ അവിടെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, നമ്മൾ മോഹം, അതായത് മോഹം എന്ന് പറഞ്ഞാൽ ശരിയും തെറ്റും തിരിച്ചറിയാത്തൊരവസ്ഥ. അപ്പോൾ അതിൻ്റെ തുടക്കം എവിടെയാണ്? കാമമാണ്. അപ്പോൾ കാമ, ക്രോധ, ലോഭ, മോഹ വരെയായി. ഇനി എന്താണ്? മത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഹങ്കാരം, പ്രൈഡ്. പ്രൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഹങ്കാരം, അഭിമാനം. അതെങ്ങനെയാണ്? എഗെയിൻ, നമുക്ക് മറ്റുള്ളവർക്ക് ഇല്ലാത്തത് നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് അഹങ്കാരം വരുന്നു. അതായത് ആഗ്രഹമുണ്ട് നമുക്ക്, ആഗ്രഹം ഒരുപാട്, കാമം, അതാണ് കാമത്തെക്കുറിച്ച് പറയുന്നത്. ആഗ്രഹങ്ങളുണ്ട്, ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങൾ. ആ ആഗ്രഹങ്ങൾ നിറവേറ്റി, അല്ലെങ്കിൽ അത് സാധിക്കുമ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞു അതിൻ്റെ സ്റ്റേജസ്. അപ്പോൾ അത് സാധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മൾ ആഗ്രഹിക്കുന്നത് എനിക്ക് മാത്രം അത് വേണം, മറ്റുള്ളവർക്ക് ഇല്ലാത്തത് എനിക്ക് കിട്ടണം എന്നുള്ളത്. അപ്പോൾ അതും അതിൻ്റെ തുടക്കവും കാമമാണ്. ഇനി അവസാനത്തെ എന്താണ്? മാത്സര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസൂയ തോന്നുക. അസൂയ തോന്നുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ അത് കിട്ടിയില്ല, എന്നാൽ മറ്റുള്ളവർക്കുണ്ട്, അതുകൊണ്ട് എനിക്ക് അസൂയ തോന്നുന്നു. അപ്പോൾ ആഗ്രഹമാണ് അതിൻ്റെയും തുടക്കം. സോ അങ്ങനെയാണ് നമ്മൾ ഭഗവത്ഗീതയിലെ ശ്ലോകമാണ് ധ്യായതോ, ഏതായിരുന്നു ശ്ലോകം? ധ്യായതോ വിഷയാ പുംസ സംഘാസ്തേഷു ഉപജായതേ സംഘ സഞ്ജയതേ കാമ ക്രോധാഭിജായതേ. അവിടെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള ശ്ലോകം ക്രോധാത് ഭവതി സമ്മോഹ സ്മൃതി ബ്രഹ്മ ഭ്രഷ്ട ബുദ്ധിനാശ പ്രണശ്യതി. ആ ശ്ലോകം, 2 ശ്ലോകങ്ങൾ പറയുന്നു. ഈ സ്റ്റേജസ് പറയുന്നുണ്ട്. അപ്പോൾ കാമക്രോധ ലോഭ മോഹ മത മത്സരം ഇതെല്ലാം നമ്മുടെ ഉള്ളിലുണ്ട്. ഈ അനർത്ഥങ്ങൾ പോവാത്തോടത്തോളം കാലം നമുക്ക് ഒന്നും സാധിക്കാൻ പോകുന്നില്ല. ഇപ്പോൾ ഭക്തിയുത സേവനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പരിശുദ്ധ ഭക്തരാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ അനർത്ഥങ്ങൾ പൂർണ്ണമായിട്ടും നമ്മളിൽ നിന്ന് പോകുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്കേ ഭഗവാന്റെ ദർശനം കിട്ടുകയുള്ളൂ എന്നുള്ളത് ഇവിടെ ഈ ശ്ലോകത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ശ്രീല പ്രഭുപാദി ഭാവാർത്ഥത്തിൽ അതിനെക്കുറിച്ച് പറയുന്നു. ഭക്തിയുത സേവനങ്ങളിലൂടെ മാത്രമേ നമുക്ക് ഭഗവാനെ കാണുവാൻ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രസൻസ് നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. ഒരു സംശയമില്ല ആ കാര്യത്തിൽ. അപ്പോൾ നമ്മുടെ എത്രമാത്രം ശുദ്ധീകരണം നടക്കുന്നു, അത്രമാത്രം നമുക്ക് ഇങ്ങനെയുള്ള എക്സ്പീരിയൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ നമുക്ക് വെളിപ്പെടും. ആത്മീയ തലത്തിലുള്ള കാര്യങ്ങൾ കൂടുതൽ നമ്മൾ ഭക്തിയിൽ മുന്നോട്ട് പോകുമ്പോൾ. ഇല്ലെങ്കിൽ എന്തോ നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നും സംഭവിക്കുന്നില്ല, അതിങ്ങനെ മെക്കാനിക്കലായിട്ട് റുട്ടീനായിട്ട് പല കാര്യങ്ങളും ചെയ്തു പോകുന്നു, പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നും തോന്നുന്നില്ല. അതിൻ്റെ അർത്ഥം എന്തൊക്കെയോ എവിടെയോ മിസ്സിംഗ് ഉണ്ട്. കാര്യം നമ്മൾ ചെയ്യുന്നത് ഒരു പക്ഷേ വേണ്ട ശ്രദ്ധ കൊടുക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ വേണ്ട രീതിയിൽ നമ്മൾ എവിടെയാണോ കുറവുകൾ സംഭവിക്കുന്നത് ആ കുറവുകൾ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ നമ്മൾ തിരുത്തുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ വൈഷ്ണവ അപരാധങ്ങൾ ചിലപ്പോൾ ചെയ്യുന്നുണ്ടാവും. അങ്ങനെ പല പല റീസൺസും ഉണ്ടാവും. വേണ്ട രീതിയിൽ പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യുന്നുണ്ടാവില്ല. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ ഒരു ശുദ്ധീകരണം നടക്കില്ല പെട്ടെന്ന്. അപ്പോൾ അതിന് സമയമെടുക്കും. അങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾ ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പോൾ ഈ പോയിന്റ്സ് ഒക്കെ നമുക്ക് ഓർക്കാം. അടുത്ത ശ്ലോകം നോക്കാം. 5-ാമത്തെ ശ്ലോകം. ശ്ലോകം 5. ഏതൻ നാനാവതാരാണാം നിധാനം ബീജമവ്യയം യസ്യാം ശാംശേന സൃജ്യന്തെ ദേവതീര്യാൻ നരാദയഃ. ഓക്കെ, മീനാ കുമാരി മാതാജി ഉണ്ടോ? ഓക്കെ, ജ്ഞാനാംബിക മാതാജി വായിക്കൂ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 5. ഏതന്നാനവതാരണം നിദാനം ബീജമവ്യയം യസ്യാം ശേന സൃജന്തേ ദേവതിര്യൻ നരാദയഃ. വിവർത്തനം വായിക്കട്ടെ പ്രഭു. വിവർത്തനം. ശ്രീ പ്രഭുപാദ് കീഴേ. പ്രപഞ്ചത്തിലെ ബഹുവിധ അവതാരങ്ങളുടെ അവ്യയ ബീജവും
നിദാനവും ഉത്ഭവ കേന്ദ്രവും ഈ രൂപമാകുന്നു. ഈ രൂപത്തിന്റെ പൂർണാംശത്തിന്റെ അംശങ്ങളിൽ നിന്നും ദേവന്മാർ, മനുഷ്യർ തുടങ്ങിയ വ്യത്യസ്തങ്ങളായ ജീവാത്മാക്കൾ രൂപം കൊണ്ടു. ഹരേ കൃഷ്ണ. താങ്ക് യു. ഇവിടെ പറയുന്നു, നമ്മൾ വിശ്വരൂപത്തെക്കുറിച്ച് 3-ലും 4-ലും പറഞ്ഞു. 5-ാമത്തെ ശ്ലോകത്തിലും ആക്ച്വലി ഗർഭോദകശായ വിഷ്ണുവിനെ കുറിച്ച് തന്നെയാണ് ഇവിടെയും പറയുന്നത്. അപ്പോൾ ഗർഭോദകശായ വിഷ്ണു ഇവിടെ പറയുന്നു ക്ഷീരോദകശായ വിഷ്ണുവിൻ്റെ സോഴ്സാണ്. ക്ഷീരോദകശായ വിഷ്ണു വരുന്നത് ഗർഭോദകശായ വിഷ്ണുവിൽ നിന്നാണ്. അതാണ് ഇവിടെ നിധാനം എന്ന് പറയുന്നത്. അതായത് സോഴ്സാണ് അദ്ദേഹം എന്ന് പറയുന്നു. പിന്നെന്താണ് പറയുന്നത്? അവ്യയ ബീജം. അതായത് മറ്റുള്ള അതായത് അവ്യയ ബീജം എന്ന് പറഞ്ഞാൽ അവ്യയം എന്ന് പറഞ്ഞെങ്കിൽ നശിക്കാത്തത്. മറ്റുള്ള അവതാരങ്ങൾ വരുന്നത് ഈ ബ്രഹ്മാണ്ടത്തിനകത്ത് മറ്റുള്ള അവതാരങ്ങൾ വരുന്നത് ഗർഭോദകശായ വിഷ്ണുവാണ് അതിൻ്റെ ഉറവിടം എന്നാണ് പറയുന്നത്. ഗർഭോദകശായ വിഷ്ണുവിൽ നിന്നാണ് അവതാരങ്ങൾ വരുന്നത്. അതായത് കൃഷ്ണൻ്റെ അവതാരങ്ങൾ ഒഴിച്ച് നോക്കിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള അവതാരങ്ങളൊക്കെ, കൃഷ്ണൻ്റെ അവതാരം വരുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, കൃഷ്ണൻ ഇപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഈവൻ ഏത് അവതാരത്തെക്കുറിച്ച് നോക്കിക്കഴിഞ്ഞാലും നരസിംഹദേവനാവട്ടെ, അതേപോലെ കൃഷ്ണനാവട്ടെ, ബലരാമനാവട്ടെ, ഇവരൊക്കെ അവതരിക്കുന്നുണ്ട് അല്ലേ? ഈ അവതാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഭൗതിക ലോകത്തിൽ അവർ വരുന്നതിനെയാണ് അവതാരം എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ അവതരിക്കുന്ന സമയത്ത് ഇവിടെ പറയുന്നു ഗർഭോദകശായ വിഷ്ണുവിൽ നിന്നാണ്, അദ്ദേഹമാണ് നിധാനം എന്ന് പറയുന്നു. അതിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇത് ഭൗതിക ലോകത്തിൽ അല്ലെങ്കിൽ ഈ ബ്രഹ്മാണ്ടം നമ്മളിരിക്കുന്ന ബ്രഹ്മാണ്ടം നോക്കി കഴിഞ്ഞാൽ ഈ ബ്രഹ്മാണ്ടത്തിൻ്റെ അധിപൻ ആരാണ്? ഗർഭോദകശായ വിഷ്ണുവാണ്. അപ്പോൾ ഈ ബ്രഹ്മാണ്ടത്തിൽ അവതരിക്കുന്ന സമയത്ത് എംബസിയിൽ പോകുന്ന പോലെ, എംബസി എന്ന് പറഞ്ഞാൽ എന്താണ്? എംബസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനിരിക്കുന്ന UAE, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്ന് പറയുന്ന രാജ്യത്ത് ഇന്ത്യയുടെ എംബസിയുണ്ട്. അതേപോലെ വേറെ മറ്റുള്ള രാജ്യങ്ങളുടെ എംബസീസ് ഉണ്ട്. അപ്പോൾ ആ ഇന്ത്യൻ പ്രസിഡൻറ്റോ പ്രൈം മിനിസ്റ്ററിനോ ഇവിടേക്ക് വരണമെങ്കിൽ അവർ എംബസി ത്രൂ ആണ് വരുന്നത്. എംബസിയാണ് അതിനുള്ള എല്ലാ അറേഞ്ച്മെൻറ്റ്സും ചെയ്യുന്നത്. ഇന്ത്യൻ എംബസിയാണ് അവരുടെ വരവും മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അതേപോലെ ഭഗവാൻ പല അവതാരങ്ങളെടുത്ത് വരുന്ന സമയത്ത് ഈ ബ്രഹ്മാണ്ടത്തിൻ്റെ അധിപൻ ഗർഭോദകശായ വിഷ്ണു ആയതുകൊണ്ട് അദ്ദേഹത്തിലൂടെയാണ്, ആ എംബസിയിലൂടെ വരുന്നത് പോലെ വരുവാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരിക്കലും വിചാരിക്കരുത് ഗർഭോദകശായ വിഷ്ണുവാണ് കൃഷ്ണൻ്റെയും നിധാനമെന്ന്. ഒരിക്കലുമല്ല. എന്നാൽ ആ ഒരു പ്രോട്ടോകോൾ ഫോളോ ചെയ്യുന്നു. പ്രസിഡന്റ് വരുമ്പോൾ പ്രസിഡന്റ് പറയുകയാണ് എനിക്ക് എംബസിയുടെ ആവശ്യമില്ല, എനിക്ക് ഇന്ത്യൻ എംബസിയുടെ ഒരു ആവശ്യമില്ല, ഞാൻ അങ്ങനെ സംഭവിക്കില്ല, അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. അതാണ് അവരുടെ റോള്. എംബസിയുടെ റോൾ എന്താണ്? ഇതേപോലെ ഉള്ള കാര്യങ്ങൾ നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഭഗവാന്റെ അവതാരങ്ങൾ വരുമ്പോഴും അങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നരസിംഹദേവൻ്റെ അവതാരം നോക്കുമ്പോൾ നരസിംഹദേവന് നരസിംഹലോകമുണ്ട് വൈകുണ്ഠ ലോകങ്ങളിൽ. അവിടെ നരസിംഹദേവൻ്റെ ആ രൂപമുള്ള വിഷ്ണു രൂപമുണ്ട് അവിടെ. അതേപോലെ ബലരാമനുണ്ട്, കൃഷ്ണനുണ്ട്. അങ്ങനെ ഓരോ അവതാരങ്ങളും ഇവിടെ വരുന്ന സമയത്ത് അവർക്ക് അവരുടെ വൈകുണ്ഠ ലോകങ്ങളിൽ അവർക്കൊരു ധാമമുണ്ട്, അവർക്ക് അവിടെ ഭക്തരുണ്ട്. എന്നാൽ അവതാരം എടുത്തു വരുമ്പോൾ ഈ ഗർഭോദകശായ വിഷ്ണു ആണ് നിധാനം എന്ന സോഴ്സ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതാണ്. എംബസിയിലൂടെ. അപ്പോൾ എംബസിയെക്കുറിച്ച് ഓർത്താൽ മതി ഈ ഒരു കാര്യം. ഇങ്ങനെയുള്ള ചർച്ചകൾ വരുമ്പോൾ ആരെങ്കിലും നമ്മളോട് ഇത് പറയുമ്പോൾ, ഇതിൽ പറയുന്നു വിഷ്ണുവാണ്, ഗർഭോദകശായ വിഷ്ണുവാണ്, മറ്റുള്ള അവതാരങ്ങളുടെയും ദേവതമാരുടെയും ദേവതമാരുടെ കാര്യം നമുക്ക് പറയാം. അവർ ദേവതമാരുടെ കാര്യവും നര എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെയും അല്ലെങ്കിൽ ജീവജാലങ്ങളൊക്കെ വരുന്നത് ഇവിടെ പറയുന്നു. എങ്ങനെയാണ് പറയുന്നത്? യസ്യ അംശ അംശേന എന്നാണ് പറയുന്നത്. അംശത്തിൻ്റെ അംശം. അതായത് ഒരുപാട് ജീവജാലങ്ങൾ നമ്മൾ ഭഗവാന്റെ അംശമാണെന്ന് പറയുന്നുണ്ട് അല്ലേ? പക്ഷേ ചെറിയൊരു അംശമാണ് നമ്മൾ. ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് മമൈവാംശോ ജീവലോകേ ജീവഭൂത സനാതന. അപ്പോൾ അംശത്തിൻ്റെ അംശങ്ങളൊക്കെയാണ് നമ്മൾ വിഷ്ണുവിൻ്റെ.
നമ്മൾ ഓരോരുത്തരും, അതേപോലെ ദേവതമാർ മറ്റുള്ളവരൊക്കെ. എന്നാൽ ഭഗവാന്റെ അവതാരങ്ങൾ ഇതേപോലെ ഭഗവാന്റെ അവതാരങ്ങളുടെ സോഴ്സ് ഏതാണെന്ന് പറയുന്നു, ഗർഭോദക ശൈവിഷ്ണുവാണെന്ന് പറയുന്നു. ഈ ലോകത്തിൽ വരുന്ന സമയത്ത് അദ്ദേഹം വരുന്നത് അങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടതാണ്. പ്രഭുപാജി ശിലപ്രഭുപാജി ഭാവാർത്ഥത്തിൽ പറയുന്നു, ഗർഭോദക ശൈവിഷ്ണുവിനെ കുറിച്ച് അദ്ദേഹം കുറച്ച് വിവരണം തരുന്നുണ്ട്. ഗർഭോദക എന്ന് പറയുന്ന സമുദ്രത്തിലാണ് അദ്ദേഹം ഇവിടെ റെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ഇന്നലെയും പറഞ്ഞിരുന്നു. ബ്രഹ്മാണ്ടത്തിൻ്റെ പകുതിക്ക് മേലെ ഗർഭോദക ഈ സമുദ്രമാണ്, അവിടെയാണ് ഗർഭോദക ശൈവിഷ്ണു ഉള്ളത്. അത് അനന്തശേഷം അങ്ങനെ അവിടെ നിന്ന് ബ്രഹ്മാവ് അദ്ദേഹത്തിൻ്റെ നാഭിയിൽ നിന്ന് വരുന്ന താമരത്തണ്ടിലുണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞു. ഇവിടെ പ്രഭുപാജി അതിനെക്കുറിച്ച് ഒന്നുകൂടെ പറയുന്നുണ്ട്. നമ്മൾ ഇന്നലെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ കൂടുതൽ അതിനെക്കുറിച്ച് ഇപ്പോൾ പറയുന്നില്ല. ബ്രഹ്മ, വിഷ്ണു, ശിവ, ഈ ത്രിമൂർത്തികൾ അല്ലെങ്കിൽ ഗുണാവതാരങ്ങൾ, ഇതൊരു അവതാരങ്ങളും തന്നെയാണ്. അപ്പോൾ ഗുണാവതാരങ്ങളും വരുന്നു. ഇവരെല്ലാവരും ഗർഭോദക ശൈവിഷ്ണുവിൽ നിന്നാണ്. അപ്പോൾ നമ്മളിവിടെ വായിച്ചത് അതാണ്, എല്ലാത്തിൻ്റെയും ഉറവിടം അദ്ദേഹമാണ് എന്നുള്ളത്. അപ്പോൾ ബ്രഹ്മ, വിഷ്ണു, ശിവ. അപ്പോൾ ഈ വിഷ്ണു എന്ന് ഉദ്ദേശിക്കുന്നത് ഏത് വിഷ്ണുവാണ്? ക്ഷീരോദക ശൈവിഷ്ണുവാണ്. ത്രിമൂർത്തികളിലെ അല്ലെങ്കിൽ ഗുണാവതാരങ്ങളിലെ വിഷ്ണു ക്ഷീരോദക ശൈവിഷ്ണുവാണ്. അപ്പോൾ ക്ഷീരോദക ശൈവിഷ്ണുവിൻ്റെ ഉറവിടം ഗർഭോദക ശൈവിഷ്ണു തന്നെയാണ്. ബ്രഹ്മാവും ശിവനും ഒക്കെ ഗർഭോദക ശൈവിഷ്ണുവിൽ നിന്നാണ് വരുന്നതെന്ന് പറയുന്നു. അംശേന എന്ന് പറയുന്നത് മറ്റുള്ള ദേവതമാരും ഒക്കെ പിന്നീട് വിസ്തരിക്കുന്നുണ്ട് അല്ലെങ്കിൽ വരുന്നുണ്ട്. നമ്മളും ഭഗവാന്റെ അംശമാണ് അല്ലേ? അപ്പോൾ വിഭിന്ന അംശം എന്ന് പറയുന്നു മാത്രം. നമ്മളാരും സ്വ അംശങ്ങളല്ല. സ്വംശം, വിഭിന്ന അംശം, രണ്ട് കാര്യങ്ങളുണ്ട്. സ്വംശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ അവതാരങ്ങൾ, അദ്ദേഹത്തിൻ്റെ അവതാരങ്ങൾ, നേരിട്ടുള്ള അവതാരങ്ങൾ, വിഷ്ണു തത്വങ്ങളാണ് അവരൊക്കെ. എന്നാൽ വിഭിന്ന അംശം എന്ന് പറഞ്ഞാൽ അംശമാണ് നമ്മളും ദേവതമാരുമൊക്കെ, പക്ഷേ നമ്മൾ വിഷ്ണു തത്വങ്ങളല്ല. അതാണ് വ്യത്യാസമുള്ളത്. ഇതെല്ലാം ഇവിടെ പറയുന്നുണ്ട്. ശിലപ്രഭുപാജി പറയുന്നു, മത്സ്യ, കൂർമ്മ, വരാഹ, രാമ, നരസിംഹ, മറ്റുള്ള അവതാരങ്ങളൊക്കെ, ഈ അവതാരങ്ങളൊക്കെ ലീലാവതാരങ്ങൾ എന്ന് പറയുന്നു. അപ്പോൾ ഭഗവാന്റെ പല അവതാരങ്ങൾ, ഒരുപാട് അവതാരങ്ങൾക്ക് പേരുണ്ട് അല്ലേ? ലീലാവതാരങ്ങൾ എന്ന് പറയുന്നു. മത്സ്യക്കൂർമ്മ, അതിൽ ഓരോ ലീലകൾ ആയിട്ട് കണക്ഷനുള്ള ലീല അവതാരങ്ങൾ. ഗുണാവതാരങ്ങൾ എന്ന് പറഞ്ഞാൽ ബ്രഹ്മ, വിഷ്ണു, മഹേശ്വര. പിന്നെ അതേപോലെ തന്നെ പുരുഷ അവതാരം എന്ന് പറഞ്ഞാൽ ഗർഭോദക ശൈവിഷ്ണു, ക്ഷീരോദക ശൈവിഷ്ണു, കാരണ ഉദക ശൈവിഷ്ണു, ഗർഭോദക ശൈവിഷ്ണു, ക്ഷീരോദക ശൈവിഷ്ണു. ഇനി അതല്ലാതെ മന്വന്തര അവതാരങ്ങൾ എന്ന് പറയും. മന്വന്തര അവതാരങ്ങൾ എന്ന് പറഞ്ഞാൽ മന്വന്തരങ്ങളിൽ നടക്കുന്ന, ബ്രഹ്മാവിൻ്റെ ഒരു ദിവസത്തിൽ 14 മനുക്കളുണ്ട്. അപ്പോൾ ഓരോ ദിവസവും നമ്മൾ ഇന്നലെ ഇവിടെ ചർച്ച ചെയ്തിരുന്നു, ഓരോ ബ്രഹ്മാവിൻ്റെ ഓരോ ദിവസത്തിലും 14 പ്രാവശ്യം യൂണിവേഴ്സൽ മാനേജ്മെൻറ്റ് മാറുന്നുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ ഓരോ അവതാരങ്ങളൊക്കെ ഉണ്ട്, ഭഗവാന്റെ അവതാരങ്ങളുണ്ട്. അപ്പോൾ അതിനെ മന്വന്തര അവതാരങ്ങൾ എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് അനേക അവതാരങ്ങളുണ്ട്. പിന്നെ ശക്തി ആവേശ അവതാരങ്ങൾ. ശക്തി ആവേശ അവതാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ശക്തി, ഭഗവാന്റെ ശക്തി, ആവേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ ശക്തി സഞ്ചരിച്ചിട്ടുള്ള, ശക്തി കൊടുത്തിട്ടുള്ള അവതാരങ്ങൾ, ആ ശക്തിയോടുകൂടി വന്നിട്ടുള്ളത്. അത് തന്നെ ഇപ്പോൾ നാരദമുനി, അതേപോലെ വ്യാസദേവൻ, ഇവരൊക്കെ ശക്തി ആവേശ അവതാരങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള എക്സ്പ്ലനേഷൻ ശാസ്ത്രങ്ങളിൽ പറയുന്നുണ്ട്. അപ്പോൾ പുരുഷാവതാരങ്ങൾ, ലീലാവതാരങ്ങൾ, ഗുണാവതാരങ്ങൾ, ശക്തി ആവേശ അവതാരങ്ങൾ, യുഗാവതാരം. ഇനി അങ്ങനെയും പറയും. യുഗാവതാരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ യുഗങ്ങളിൽ വരുന്ന, സത്യയുഗത്തിൽ വരുന്ന അവതാരങ്ങൾ, ത്രേതായുഗം, ദ്വാപരം. അപ്പോൾ ചിലപ്പോൾ ഈ പേരുകളൊക്കെ അവിടെയും ഇവിടെയും ഇപ്പോൾ ലീലാവതാരത്തിലും യുഗാവതാരത്തിലും ചിലപ്പോൾ സെയിം ആയിട്ട് കാണാം പേരുകൾ. അപ്പോൾ വ്യത്യാസമില്ല. പക്ഷേ ഇങ്ങനെ കാറ്റഗറൈസേഷൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ടൈപ്പ് ഓഫ്, അതായത് ഓരോ അവതാരങ്ങളുടെ ആ ഒരു ഡിവിഷൻ മാത്രം പറയുന്നത്, ഡിവിഷനായിട്ട് പറയുന്നതേ ഉള്ളൂ. അപ്പോൾ അതിൽ കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. കാര്യം നാരദമുനിയെ ലീലാവതാരത്തിലും പറയുന്നുണ്ട്, ശക്തി ആവേശ അവതാരത്തിലും പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. കാര്യം ലീലാവതാരം എന്ന് ഉദ്ദേശിക്കുന്നത് ഭഗവാന്റെ ലീലകൾ പലതിനും വേണ്ടി സഹായിക്കുന്നതിന് വേണ്ടി നാരദമുനി ശക്തി, അദ്ദേഹം ഒരിക്കലും ഭഗവാന്റെ വിഷ്ണു തത്വമല്ല, എന്നാൽ അദ്ദേഹം ഭക്തി തത്വമാണ്, വിഷ്ണു തത്വമല്ല.
അപ്പോൾ ലീലയിൽ സഹായിക്കുന്നത് കൊണ്ട് അവിടെ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നു. അതേപോലെ 4 കുമാരന്മാരെയും അവിടെ കാറ്റഗറൈസേഷനിൽ ലീലാവതാരങ്ങൾ പറയുമ്പോഴും പറയും. അതേപോലെ തന്നെ വിഭൂതി അല്ലെങ്കിൽ ശക്തി ആവേശ അവതാരങ്ങളെക്കുറിച്ച് പറയുമ്പോഴും അവിടെ 4 കുമാരന്മാരെ പറയും. അപ്പോൾ ഇതിൽ കൺഫ്യൂഷൻ ആവേണ്ട കാര്യം വരുന്നില്ല. അപ്പോൾ ശക്തി ആവേശ അവതാരങ്ങൾ രണ്ടായിട്ട് പറയുന്നു. ഒന്ന് ആവേശ, ഭഗവത് ആവേശ, വിഭൂതി എന്നും. ഇതിനെക്കുറിച്ച് നമ്മൾ താഴെയുള്ള ഇവിടെ ഈ ഭാവാർത്ഥത്തിലാണോ പറയുന്നത് എന്ന് ഞാൻ നോക്കട്ടെ. യെസ്, ഈ ഭാവാർത്ഥത്തിൽ തന്നെ പറയുന്നുണ്ട്. വേണ്ട വായിക്കണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഭാവാർത്ഥത്തിൽ തന്നെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇവിടെ ലീലാവതാരങ്ങളെക്കുറിച്ച് പറഞ്ഞു, അതേപോലെ ജീവതത്വത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ജീവതത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും. അപ്പോൾ ജീവാത്മാക്കളിൽ വെച്ച് ഏറ്റവും ഉന്നത സ്ഥാനമുള്ളത് ബ്രഹ്മാവനാണ്, അല്ലെ? ബ്രഹ്മാവാണ് ജീവാത്മാക്കളിൽ വെച്ച് ഏറ്റവും വലിയ സ്ഥാനമുള്ളത്. അപ്പോൾ ബ്രഹ്മാവിൻ്റെ ഒരു പൊസിഷൻ പറയുന്നു. പിന്നെ ഭഗവാൻ ശിവൻ്റെ പൊസിഷൻ, ശിവനും കൃഷ്ണനും ഭഗവാനും തമ്മിലുള്ള വ്യത്യാസം തൈരും പാലും പോലെ ആണ് എന്നുള്ളത് ബ്രഹ്മസംഹിതയിൽ പറയുന്നുണ്ട്, അല്ലേ? ആ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, ബ്രഹ്മസംഹിതയിലെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ തൈരിൻ്റെ ഉത്ഭവം പാലിൽ നിന്നാണ്, പാലാണ് സോഴ്സ്. അതുകൊണ്ട് ഇപ്പോൾ തൈരും പാലും ഇവിടെ പറയുമ്പോൾ പാലാണ് ഭഗവാൻ വിഷ്ണു, എന്നാൽ തൈര് പോലെയാണ് ശിവൻ എന്ന് പറയുന്നു. തൈരിന് ഒരിക്കലും പാലാവാൻ സാധിക്കില്ല, പാലിന് തൈരാവാം. അതാണ് വ്യത്യാസം. പിന്നീട് ബ്രഹ്മാവിൻ്റെ ഒരു ദിവസത്തിൽ ഉണ്ടാവുന്ന മന്വന്തര അവതാരങ്ങളെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. നമ്മൾ ഓൾറെഡി ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് കഴിഞ്ഞു. 14 മനുക്കളുണ്ട് എന്നുള്ളതും, അപ്പോൾ ബ്രഹ്മാവിൻ്റെ ഒരു ദിവസത്തിൽ അപ്പോൾ എത്ര മനുക്കളുണ്ടാവും എന്നുള്ളത് നമുക്ക് ഇതിൽ കണക്ക് പറയുന്നുണ്ട്. ഇനി ഏതൊക്കെയാണ് മന്വന്തര അവതാരങ്ങളെന്നും ഇവിടെ ചെറിയൊരു വിശദീകരണം പറയുന്നുണ്ട് ഭാവാർത്ഥത്തിൽ. യജ്ഞ, വിഭു, അതേപോലെ സത്യസേൻ, ഇതെല്ലാം സ്വയംഭൂവ മനുവിൻ്റെ ആ മന്വന്തരത്തിലുള്ള ഭഗവാന്റെ അവതാരമാണ് യജ്ഞ. സ്വാരോചിഷ മനുവിൻ്റെ കാലത്ത് ആ സമയത്തുണ്ടായിട്ടുള്ള ഭഗവാന്റെ അവതാരമാണ് വിഭു. അതേപോലെ ഉത്തമ മനുവുള്ള സമയത്ത് സത്യസേന, താമസ മനുവുള്ള സമയത്ത് ഹരി, അതേപോലെ റൈവത മനുവുള്ള സമയത്ത് വൈകുണ്ഠ. ഇവിടെ ഹരി എന്ന് പറയുന്നത് താമസമനുവിൻ്റെ സമയത്ത് ആക്ച്വലി ഗജേന്ദ്രൻ്റെ ലീല നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. അവിടെ ഭഗവാന്റെ അവതാരം ഹരി എന്നാണ് ആ ഒരു അവതാരത്തെ പറയുന്നത്. ആ താമസ മന്വന്തരത്തിലാണ് അത് നടക്കുന്നത്. അതേപോലെ റൈവത മനു ആ സമയത്ത് ഭഗവാന്റെ അവതാരത്തിൻ്റെ പേര് വൈകുണ്ഠ എന്നാണ്. ചാക്ഷുഷ മനു അജിത, അതേപോലെ വൈവസ്വത മനുവിൻ്റെ സമയത്തുള്ളത് വാമന അവതാരം. പിന്നെ അതേപോലെ തന്നെ നമ്മളിരിക്കുന്നത് വൈവസ്വത മനു, ഇപ്പോഴത്തെ മനു വൈവസ്വത മനു. പിന്നെ അതേപോലെ ഇനി വരാൻ പോകുന്നുണ്ട് സർവഭൗമ സാവരണി മനു. സർവഭൗമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ അവതാരമാണ് സാവരണി മനുവിൻ്റെ കാലത്ത്. അതേപോലെ ഋഷഭ എന്ന് പറഞ്ഞ അവതാരമുണ്ട്. അടുത്ത മനു ദക്ഷ സാവരണി, വിവക്ഷേന അടുത്ത്. അതേപോലെ ധർമ്മസേതു, സുധാമ, യോഗേശ്വര, അങ്ങനെ കുറച്ച് പേരുകളൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. അപ്പോൾ 14 മനുക്കളെ ഇവിടെ 14 മനുക്കളാണ് ബ്രഹ്മാവിൻ്റെ ഒരു ദിവസത്തിൽ ഉള്ളത്. അതിനെക്കുറിച്ചുള്ള ചെറിയൊരു എക്സ്പ്ലനേഷനാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, പിന്നീട് പ്രഭുപാദ് പറയുന്നത് ശക്തി ആവേശ അവതാരങ്ങളെക്കുറിച്ച്. അപ്പോൾ ശക്തി ആവേശ അവതാരങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അതായത് നമ്മളിപ്പോൾ പറഞ്ഞു അതിനെക്കുറിച്ച്. ശക്തി ആവേശ അവതാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 തരത്തിലാണുള്ളത്. ഭഗവത് ആവേശ, വിഭൂതി. ഭഗവത് ആവേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ ഡയറക്റ്റ് ആയിട്ടുള്ള അവതാരങ്ങൾ, അതായത് കപിലദേവൻ, ഋഷഭദേവൻ, ഇവരെല്ലാവരും ശക്തി ആവേശ അവതാരങ്ങൾ തന്നെയാണ്, പക്ഷെ ഭഗവത് ആവേശമാണ് അവർ. വിഭൂതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇൻഡയറക്ട്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സെക്കൻഡ് ലെവലാണ് വിഭൂതി ശക്തി ആവേശ അവതാരങ്ങൾ. അതിന് ഉദാഹരണം പറയുന്നത് ശേഷനാഗ, അനന്ത, അതേപോലെ ബ്രഹ്മാവ്, 4 കുമാരന്മാർ, നാരദമുനി, പൃഥു മഹാരാജ്, പരശുരാമൻ, ഇവരൊക്കെ.
ഇപ്പോൾ നാരദമുനി എന്ന് പറഞ്ഞാൽ ഭക്തിശക്തിയാണ് അദ്ദേഹത്തിലുള്ളത്. പൃഥു മഹാരാജലിന് ഉള്ളത് പാലനശക്തി, 4 കുമാരന്മാർക്ക് ഉള്ളത് ജ്ഞാനശക്തി, ബ്രഹ്മാവിൻ്റെ സൃഷ്ടിശക്തി, അനന്തദേവൻ്റെ ഭൂധാരണ ശക്തി. ഇതെല്ലാം ഈ ഭാഗവത്തിലല്ല, വേറെ ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട് ഇതിനെക്കുറിച്ചുള്ള വിശദീകരണം. ജസ്റ്റ് ഞാൻ പറയുന്നു മാത്രം കേൾക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഭഗവതാവേശ, ശക്തി ആവേശ അവതാരങ്ങൾ 2 തരത്തിലുണ്ട്. ഭഗവതാവേശ വിഭൂതി എന്നുള്ളത്, ഒന്ന് ഡയറക്റ്റ്, ഒന്ന് ഇൻഡയറക്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള വിഭൂതി ആവേശത്തിൽ വരുന്നതാണ് നമ്മൾ പറഞ്ഞ നാരദമുനിയാവട്ടെ, ബ്രഹ്മാവ്, ചതുഷ്കുമാരന്മാർ, പൃഥു മഹാരാജ്, പരശുരാമൻ ഒക്കെ. യെസ്, അപ്പോൾ ഇതൊക്കെയാണ് ശക്തി ആവേശ അവതാരങ്ങൾ. പിന്നെ മന്വന്തര അവതാരങ്ങളെക്കുറിച്ച് 14 മനുക്കളുടെ സമയത്ത് ഭഗവാന്റെ അവതാരങ്ങളെക്കുറിച്ച് ഓൾറെഡി നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അതാണ് 5ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ പറയുന്നത്. എന്നിട്ട് പ്രഭുപാദ അവസാനത്തെ വരിയിൽ പറയുന്നു ഗർഭോദക ശൈവിഷ്ണുവാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഉറവിടം എന്നുള്ളത്. നമ്മളതിൻ്റെ എക്സ്പ്ലനേഷനും പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ശ്ലോകം 6ലേക്ക് പോവാം. സ ഏവ പ്രഥമം ദേവ കൗമാരം സർഗമാശ്രിതഃ ചാചരാ ദുശ്ചരം ബ്രഹ്മചര്യം അഖണ്ഡിതം. അപ്പോൾ ഇതുവരെ 5ാമത്തെ ശ്ലോകം വരെ നമ്മൾ പുരുഷാവതാരങ്ങളുടെ ആ റോൾ എന്താണെന്നുള്ളതാണ് പറഞ്ഞത്. 1, 2, 3, 4, 5 ശ്ലോകങ്ങളിലായിട്ട്. അപ്പോൾ ഇത് 4ാമത്തെ ചോദ്യം, ശൗനകാദി ഋഷികളുടെ 4ാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരമാണ്. ഇനി സൂതഗോസ്വാമിയോട് 5ാമത്തെ ചോദിച്ചത് എന്താണ്? ലീലാവതാരങ്ങളെക്കുറിച്ച്. പുരുഷാവതാരങ്ങൾ കഴിഞ്ഞ് അടുത്ത് ഉടനെ ചോദിക്കുന്നത് ലീലാവതാരങ്ങളെക്കുറിച്ചാണ്. ഇനി പറയാൻ പോകുന്നത് 6ാമത്തെ ശ്ലോകം മുതൽ 27ാമത്തെ ശ്ലോകം വരെ, 6 മുതൽ 27 വരെ പറയാൻ പോകുന്നത് 5ാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരങ്ങളാണ്. അതായത് ഭഗവാന്റെ പല ലീല അവതാരങ്ങളെക്കുറിച്ച് ഇവിടെ പറയുന്നു. ആദ്യം തുടങ്ങുന്നത്, നമ്മളിപ്പോൾ വായിച്ച ശ്ലോകം തുടങ്ങുന്നത് കുമാരന്മാരെക്കുറിച്ചാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ലീലാവതാരത്തിൻ്റെ കാറ്റഗറിയിലും കുമാരന്മാരെക്കുറിച്ച് പറയുന്നുണ്ട്. അതേപോലെ വിഭൂതി ശക്തിയാവേശ അവതാരത്തെ അവിടെയും ഇവരെക്കുറിച്ച് പറയുന്നു. അപ്പോൾ കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല. അങ്ങനെ അവിടെയും ഇവിടെയും പേരുകൾ വരുന്നുണ്ടാവും. അപ്പോൾ ഇതൊരു ജസ്റ്റ് കാറ്റഗറൈസേഷൻ ആണെന്ന് മാത്രം മനസ്സിലാക്കുക. അപ്പോൾ ഇപ്പോൾ വായിച്ച ശ്ലോകം ആര് വായിക്കും? ഞാൻ നോക്കട്ടെ. റോഷി മാതാജി വായിക്കൂ. ഹരേ കൃഷ്ണ. പ്രണാമം. ഓം നമോ ഭഗവതേ വാസുദേവായ. തയേവ പ്രഥമം ദേവ കൗമാരം സർഗമാശ്രിതഃ ചചാര ദുശ്ചര്യം ബ്രഹ്മചര്യമഖണ്ഡിതം. ഹരേ കൃഷ്ണ. വിവർത്തനം ഭാവാർത്ഥം വൈ ഹേ ശ്രീവൻവി സഭേ ശരണാരവിന്ദ ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. സൃഷ്ടിയുടെ ആരംഭത്തിൽ ബ്രഹ്മദേവന് 4 കുമാരന്മാർ അവിവാഹിതരായവർ ഉണ്ടായിരുന്നു. അഖണ്ഡിതമായ ബ്രഹ്മചര്യ വ്രതത്തിൽ ഉറച്ചു നിന്നിരുന്ന അവർ നിരപേക്ഷ സത്യ സാക്ഷാത്കാരത്തിനായി കഠിന തപസ്യകൾ അനുഷ്ഠിച്ചു. ഹരേ കൃഷ്ണ. ഇവിടെ പറയുന്നത് കുമാരന്മാരെ കുറിച്ച്, 4 കുമാരന്മാർ. അവരുടെ പ്രത്യേകത എന്താണ്? അവർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്താണ്? ബ്രഹ്മചര്യം, അതേപോലെ തന്നെ തീവ്രമായിട്ടുള്ള തപസ്യകൾ അവർ ചെയ്തിട്ടുണ്ട്. അതായത് ഭഗവത് സാക്ഷാത്കാരം അല്ലെങ്കിൽ പരമസത്യത്തെ മനസ്സിലാക്കുവാൻ വേണ്ടി അവരുടെ തപസ്യകളെക്കുറിച്ച് വളരെ പ്രസിദ്ധമാണ്. ഇപ്പോൾ 4 കുമാരന്മാരെ കുറിച്ച് നമ്മൾ എപ്പോൾ പറയുമ്പോഴും ഓർമ്മ വരുന്ന കാര്യം ഇതാണ്. അവർ ബ്രഹ്മചാരികളായിരുന്നു. അവരുടെ തപസ്യകളും ഇതാണ് നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. പിന്നീട് ഓർമ്മ വരുന്ന ഒരു കാര്യം കൂടെ എന്താണ്? ജയവിജയന്മാരുടെ ആ ഒരു ലീല, ആ ഒരു ലീലയും കുമാരന്മാരെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്ന കാര്യമാണ്. അപ്പോൾ 4 കുമാരന്മാരെ സൃഷ്ടിക്കുന്നത്, അല്ലെങ്കിൽ ബ്രഹ്മാവിൽ നിന്നാണ് ഇവർ വരുന്നത്. അപ്പോൾ 4 ആക്ച്വലി ഭഗവാൻ ബ്രഹ്മാവിന് കൊടുത്തിട്ടുള്ള നിർദ്ദേശം, അല്ലെങ്കിൽ ബ്രഹ്മാവ് ഗർഭോദക ശൈവിഷ്ണുവിൽ നിന്ന് വന്നപ്പോൾ അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ള ഇൻസ്ട്രക്ഷനാണ്, ഇനി നീയാണ് ബാക്കിയുള്ള വിസർഗം ചെയ്യേണ്ടത്. അതായത് ഇനിയുള്ള ക്രിയേഷൻ ചെയ്യേണ്ടത് നീയാണ്. അതിനു വേണ്ടിയിട്ടാണ് ബ്രഹ്മാവിനെ സൃഷ്ടിച്ചിട്ടുള്ളത്. എല്ലാ മൂലകങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്, എല്ലാ അറേഞ്ച്മെൻറ്റ്സും കൊടുത്തിട്ടുണ്ട്. ഇനി ബിൽഡിംഗ് പണിയണം എന്ന് പറഞ്ഞ് എഞ്ചിനീയർ ആയിട്ടുള്ള ബ്രഹ്മാവിനെ ഏൽപ്പിച്ചു. അപ്പോൾ ബ്രഹ്മാവ് ഒരുപാട് ആളുകളെ സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോൾ കൂട്ടത്തിൽ
4 കുമാരന്മാർ വരുന്നു. 4 കുമാരന്മാരോട് പറഞ്ഞു ബ്രഹ്മാവ്, ഭഗവാന്റെ, അതായത് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് എന്ന് വെച്ചാൽ പോപ്പുലേഷൻ കൂട്ടണം. അതായത് ഈ ലോക സൃഷ്ടി നടക്കുന്നത് എങ്ങനെയാണ്? ഒരാളെ സൃഷ്ടിച്ചാൽ പിന്നെ അവർ അടുത്ത് വേറെ പ്രോജനീസ് എന്ന് പറഞ്ഞാൽ മറ്റുള്ള അവരിൽ നിന്ന് മറ്റുള്ള കുട്ടികളും അല്ലെങ്കിൽ ഒക്കെ വരണം, എന്നാലല്ലേ ഈ യൂണിവേഴ്സ് മുഴുവൻ. കാര്യം ഭഗവാൻ കൊടുത്തിട്ടുള്ള ഇൻസ്ട്രക്ഷനാണ്, യൂണിവേഴ്സ് മുഴുവനും ഈ ഒരു ബ്രഹ്മാണ്ടം മുഴുവനും ജീവജാലങ്ങൾ, കാര്യം അത്രയും ജീവജാലങ്ങളുണ്ട്, അവർക്ക് ഓരോ ശരീരം കൊടുത്ത് കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞു, പോപ്പുലേറ്റ് ചെയ്യാൻ പറഞ്ഞു. 4 കുമാരന്മാരോട് ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ക്ഷമിക്കണം, അച്ഛനാണ് അങ്ങ് ഞങ്ങളുടെ, പക്ഷേ ഈ ഒരു കാര്യം മാത്രം ഞങ്ങളോട് പറയരുത്, ഞങ്ങൾക്ക് സാധിക്കില്ല, ഞങ്ങൾ ബ്രഹ്മചര്യമാണ് ഞങ്ങൾ ഫോളോ ചെയ്യാൻ പോകുന്നത് എന്ന് അവർ പറഞ്ഞു. അതേപോലെ ഭഗവാൻ ശിവനെയും ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത്, ശിവനെ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അഗൈൻ ഭഗവാൻ ശിവൻ്റെ പൊസിഷൻ ബ്രഹ്മാവിനേക്കാൾ മുകളിലാണ്. നമ്മൾ ഓൾറെഡി ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് സദാശിവ ലോകത്തിൽ. എന്നാൽ ഗുണാവതാരത്തിൽ വരുന്ന, അല്ലെങ്കിൽ ഭഗവാൻ ശിവൻ ബ്രഹ്മാവിൻ്റെ നെറ്റിൽ നിന്ന് വന്നു എന്നുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ശിവൻ വരുന്നത് അതിൻ്റെ പൊസിഷൻ, ഇപ്പോൾ യശോദറാണിയുടെ ഗർഭത്തിൽ നിന്ന് കൃഷ്ണൻ അവതരിക്കുന്നു, കൃഷ്ണൻ ജനിക്കുന്നു, അതിൻ്റെ അർത്ഥം യശോദറാണിയാണ് കൃഷ്ണനേക്കാൾ വലുത് എന്നുള്ളതല്ല, കൃഷ്ണനാണ് എല്ലാത്തിൻ്റെയും തുടക്കം, അമ്മയും മകൻ. അപ്പോൾ ലീലയുടെ ഭാഗമായിട്ട് ബ്രഹ്മാവിൽ നിന്ന് ശിവൻ വരുന്നുണ്ട്. ബട്ട് ഭഗവാൻ ശിവൻ്റെ പൊസിഷനാണ് കൂടുതലുള്ളത്, വലിയ പൊസിഷൻ. എനിവേ, അപ്പോൾ ശിവൻ വന്ന സമയത്ത് ശിവനോട് പറഞ്ഞു ബ്രഹ്മാവ് പോപ്പുലേഷൻ കൂട്ടാൻ പറഞ്ഞു. ശിവൻ പറഞ്ഞു ഓക്കെ. അങ്ങനെ അദ്ദേഹം പോപ്പുലേഷൻ കൂട്ടാൻ വേണ്ടി ചെയ്തു. സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഈ തമോ ഗുണത്തിലുള്ള ആളുകൾ, അതായത് കാര്യം തമോ ഗുണത്തിലുള്ള ആളുകൾ എന്ന് പറയുന്നത് ശിവൻ അങ്ങനെ ആയിട്ടുള്ളതല്ല. ആ ഗുണാവതാരത്തിൻ്റെ റോൾ എന്താണ്? ഡിസ്ട്രക്ഷൻ അല്ലെങ്കിൽ സംഹാരമാണ്. അപ്പോൾ സംഹാരത്തിന് ആ ഒരു ഗുണത്തിൻ്റെ അധിപനാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം സൃഷ്ടിച്ചപ്പോൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രോജനീസ് വന്നപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇതേപോലെ അപകടം പിടിച്ച കുറേ ആളുകളാണ്. അവർ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി തുടങ്ങി. അതുകൊണ്ട് അവസാനം മറ്റുള്ള ആളുകൾക്ക് പോയി കംപ്ലൈൻറ്റ് പറഞ്ഞു ബ്രഹ്മാവിനോട്, ഈ ശിവനിൽ നിന്ന് വന്നിട്ടുള്ള ആളുകളെ കൊണ്ട് ശല്യം സഹിക്കാൻ വയ്യ. അവസാനം ബ്രഹ്മാവ് ശിവനെ വിളിച്ച് പറഞ്ഞു, ദയവ് ചെയ്ത് ഇനി നീ പോപ്പുലേഷൻ കൂട്ടേണ്ട ആവശ്യമില്ല, നിൻ്റെ റോള് വേറെയാണ്, സംഹാരത്തിൻ്റെ സമയത്ത് മാത്രം അത് മാത്രം ചെയ്താൽ മതി, ഇനി ഒന്നും ചെയ്യണം. അപ്പോൾ നിങ്ങളെല്ലാവരും കൂടെ ഇനി ഇവരെല്ലാവരും നീ തന്നെ മാനേജ് ചെയ്യണം എന്ന് പറഞ്ഞ് ഭഗവാൻ ശിവനെ ഏൽപ്പിച്ചു. അതേപോലെ കുമാരന്മാരോട് പറഞ്ഞപ്പോൾ കുമാരന്മാർ പറഞ്ഞു, ഞങ്ങൾക്ക് ഈ പോപ്പുലേഷൻ കൂട്ടണമെന്നല്ല ഞങ്ങളുടെ ഉദ്ദേശം, ഞങ്ങൾ ബ്രഹ്മചാരികളാണ് എന്ന് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ്, പിന്നീടാണ് പ്രജാപതികളെ ബ്രഹ്മാവ് സൃഷ്ടിക്കുന്നത്. പ്രജാപതികളിൽ ഇപ്പോൾ ദക്ഷ പ്രജാപതി തന്നെ നമുക്കറിയാം. ദക്ഷ പ്രജാപതി ബ്രഹ്മാവിൻ്റെ വളരെ പ്രിയപ്പെട്ട പുത്രനാണ്. അദ്ദേഹം ഒരുപാട് പോപ്പുലേഷൻ കൂട്ടി, ബ്രഹ്മാവ് ആഗ്രഹിച്ച പോലെ ചെയ്തു കൊടുത്തു അദ്ദേഹം. ഓക്കെ, പിന്നെ ദക്ഷ പ്രജാപതിയെക്കുറിച്ച് നമ്മൾ 4-ാമത്തെ സ്കന്ധത്തിൽ പഠിക്കും. ആ സമയത്ത് നമുക്ക് കൂടുതൽ ചർച്ച ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ അവതാരങ്ങളെക്കുറിച്ച് പറഞ്ഞു തുടങ്ങി. 6-ാമത്തെ ശ്ലോകത്തിൽ 22 അവതാരങ്ങളാണ് ഇവിടെ പറയുന്നത്. 6-ാമത്തെ ശ്ലോകം മുതൽ 27-ാമത്തെ ശ്ലോകം വരെ 22 അവതാരങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ശൗനകാദി ഋഷിമാരുടെ 5-ാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം. അപ്പോൾ കുമാരന്മാരെയാണ് ആദ്യം പറയുന്നത്. അപ്പോൾ ഇനി നമ്മൾ കുമാരന്മാർ, അതിനുശേഷം വരാഹദേവനെക്കുറിച്ച് പറയുന്നു, നാരദമുനിയെക്കുറിച്ച് പറയുന്നു, നരനാരായണ ഋഷി, ഇങ്ങനെയാണ് അവതാരങ്ങൾ ഇവിടെ പറയുന്നത്. അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ശില വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂർ അദ്ദേഹത്തിൻ്റെ ശില സാരാർത്ഥി ദർശിനി ടിക്ക ആ ഒരു ഭാവാർത്ഥത്തിൽ അദ്ദേഹം പറയുന്നു, ഈ 1, 2, 3 എന്ന് പറയുന്ന നമ്പർ ഒരിക്കലും നമ്മൾ വിചാരിക്കരുത് ഇതൊരു ക്രോണോളജിക്കൽ ഓർഡർ ആണെന്നുള്ളത്. ക്രോണോളജിക്കൽ ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യം കുമാരന്മാർ വന്നു, അതിനുശേഷം വരാഹദേവൻ വരുന്നു, അതിനുശേഷം നാരദമുനി വരുന്നു, അതിനുശേഷം നരനാരായണ ഋഷി. ആ ഒരു ഓർഡറല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഇങ്ങനെയുള്ള അവതാരങ്ങൾ ആ ഒരു ഓർഡറിന് വേണ്ടിയിട്ട് ഈ 22 ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഓർഡർ പ്രകാരമല്ല, ക്രോണോളജി ഓർഡറിലല്ല, 1 കഴിഞ്ഞ് 2, 2 കഴിഞ്ഞ് 3 അങ്ങനെയല്ല. എന്നാൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത്രയും അവതാരങ്ങൾ ഉണ്ടായിരുന്നു.
അല്ലെങ്കിൽ ഇത്രയും അവതാരങ്ങളും ഉണ്ട് എന്നുള്ളത് പറയുന്നു മാത്രം. അപ്പോൾ അതിൻ്റെ ഓർഡറുകൾ വ്യത്യാസം ഉണ്ടാവും. ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഒരിക്കലും വിചാരിക്കരുത് കുമാരന്മാർക്ക് ശേഷം വന്നു, അവർ വരാഹദേവൻ വന്നു, അല്ലെങ്കിൽ ആ ഒരു ഓർഡർ വ്യത്യാസമുണ്ട്. അപ്പോൾ അവതാരങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ഓർഡറിൽ ഇവിടെ സൂത ഗോസ്വാമി പറയുവാണ്, അത്രയേ ഉള്ളൂ. പക്ഷേ അത് കറക്റ്റ് ക്രോണോളജി അല്ല എന്നുള്ളത് നമ്മൾ ഓർക്കണം. ശരി, അത്രയും മനസ്സിലാക്കി. ഇനി രണ്ടാമത്തെ, ഓക്കെ, സമയമായി തോന്നുന്നു, സമയമായി. അതുകൊണ്ട് നമുക്ക് അടുത്ത ശ്ലോകം നമുക്ക് നാളെ നോക്കാം, അല്ലെങ്കിൽ വേണ്ട, ഇന്ന് തന്നെ നമുക്ക് നോക്കാം. കുറച്ച് സമയം മതി. ചെറിയ ശ്ലോകം, ചെറിയ ഭാവാർത്ഥമാണ്. 7ാമത്തെ ശ്ലോകം. ദ്വിതീയം തു ഭവയായസ്യ രസാതലാഗതാം മഹിം ഉദ്ധാരിഷ്യൻ ഉപാദത്ത യജ്ഞേഷ ശൗകരം വപുഃ. ഓക്കെ, യമുന മാതാജി. ഹരേ കൃഷ്ണ. ദ്വിതീയം തു ഭവായസ്യ രസാതലഗതാം മഹി ഉദ്ധരിഷ്യാനുപാദത്ത യജ്ഞേശ സൗകരം വപു. വിവർത്തന. ശീലപ്രബോധർക്ക് സർവയജ്ഞങ്ങളുടെയും പരമഭോക്താവ് വരാഹാവതാരം, രണ്ടാവതാരം സ്വീകരിച്ച് ഭൂഷ്യമാർത്ഥം ഭൂമിയെ പ്രപഞ്ചത്തിന്റെ താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്നും ഉയർത്തി. ഹരേ കൃഷ്ണ. താങ്ക് യു. ഇവിടെ പറയുന്നത് വരാഹാവതാരത്തെക്കുറിച്ച് അല്ലേ. വരാഹാവതാരം അദ്ദേഹത്തിൻ്റെ റോൾ എന്തായിരുന്നു? അതായത് ഈ ഭൂമി അല്ലെങ്കിൽ ഭൂമണ്ഡലം, അതായത് രസാതളത്തിൽ അല്ലെങ്കിൽ താഴെക്കിടെയുള്ള വേറൊരു സ്ഥലത്ത് പറയുന്നത് ഗർഭ സമുദ്രത്തിലാണ്, അല്ലെങ്കിൽ പാതാള ലോകങ്ങളിൽ, അല്ലെങ്കിൽ തീരെ എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലത്തേക്ക് ആര് കൊണ്ടുവിടുന്നു? അസുരന്മാരുടെ ആ ഒരു പ്രഭാവം കാരണം അങ്ങനെ സംഭവിക്കുന്നു. അപ്പോൾ അത് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് വരാഹാവതാരം വരുന്നത്. അതായത് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അതായത് വേറെ ആർക്കും പോകാൻ പറ്റാത്ത തലത്തിലുള്ള ആ സ്ഥലത്തിലാണ് ഭൂമണ്ഡലം പോയിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ രസാതലം എന്നാണ് പറയുന്നത് ശ്ലോകത്തിൽ, രസാതല ഗതാമഹിം. അപ്പോൾ അവിടെ നിന്ന് തിരിച്ച് ഭൂമിയെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് ഭഗവാൻ അങ്ങനെ ശൂക്കര രൂപം എടുക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ, ശൂക്കർ അല്ലെങ്കിൽ വരാഹം സാധാരണ ആ ഒരു മൃഗത്തെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഒരു ദിനചര്യ നമുക്കറിയാം അല്ലേ. ആരും പോകാത്ത സ്ഥലത്ത് അവർ പോകുന്നു. അപ്പോൾ അതേപോലെ, എന്നാൽ ഭഗവാന്റെ അവതാരം അങ്ങനെയല്ല. ഒരിക്കലും അങ്ങനെ ഒരു കമ്പാരിസൺ ചെയ്ത് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഭഗവാൻ എല്ലാ മൃഗങ്ങളുടെ, അല്ലെങ്കിൽ ഏത് മൃഗമാവട്ടെ, നമ്മൾ കാണുന്ന മൃഗത്തിന് ഇപ്പോൾ നരസിംഹനായിട്ട് വരുന്നു, മത്സ്യമായിട്ട് ഭഗവാൻ അവതരിക്കുന്നുണ്ട്, വരാഹനായിട്ട് അവതരിക്കുന്നുണ്ട്. അപ്പോൾ ഏത് രൂപവും അദ്ദേഹം സ്വീകരിക്കുന്നു ലീലകളുടെ ആവശ്യമനുസരിച്ച്, അല്ലെങ്കിൽ ആ അവതാരത്തിൻ്റെ ഉദ്ദേശം എന്താണോ അത് നിറവേറ്റാൻ വേണ്ടി ആ രൂപം അദ്ദേഹം സ്വീകരിക്കുന്നു. അപ്പോൾ ഭൂമിയെ രസാതലത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് വരാഹ അവതാരം അല്ലെങ്കിൽ വരാഹനായിട്ട് ഭഗവാൻ അവതരിക്കുന്നത്. അതാണ് ഇവിടെ പറയുന്ന കാര്യം. അപ്പോൾ നമ്മൾ അവതാരത്തെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. അത് പിന്നീട് ഭാഗവതത്തിൽ ആ ഒരു സെക്ഷൻ വരുന്ന സമയത്ത് 3ാമത്തെ സ്കന്ധത്തിൽ വരാഹാവതാരത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് കൂടുതൽ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. ഓക്കെ, ഹരേ കൃഷ്ണ. 7ാമത്തെ ശ്ലോകം വരെ നമ്മൾ പഠിച്ചു. ഇനി 8ാമത്തെ ശ്ലോകം മുതൽ ഭഗവാന്റെ കൃപയുണ്ടെങ്കിൽ നാളെ നമുക്ക് പഠിക്കാൻ നോക്കാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ ഹരേ. ग्रंथराज श्रीमद् भागवतम की जाय, जगत गुरु शीला प्रभुपाद की जाय, समवेद गौर भक्तवृंद की जाय, श्री वृंदावन धाम की जाय, शचिनंदन श्री गौर हरि की जाय. जय जय श्री राधे श्याम. थैंक यू. हरे कृष्ण. हरे कृष्ण प्रभु जी. थैंक यू प्रभु जी. हरे कृष्ण. ചോദിച്ചോളൂ. കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. യെസ്. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ചോദ്യം മാത്രമല്ല പറയാനുണ്ടെങ്കിൽ
എന്തെങ്കിലും തിരിച്ചറിവുകളുണ്ടെങ്കിൽ അതും പറയാം. മനു ഇപ്പം ഹരേഷ്ണ പ്രഭു ഇപ്പോഴത്തെ നടന്നുകൊണ്ടിരിക്കുന്ന മനു ഉം. ഏത് മന്വന്തരമാണ് ഇപ്പോഴത്തെ നമ്മുടെ നടന്നുകൊണ്ടിരിക്കുന്നത്? നമ്മൾ പറഞ്ഞല്ലോ വൈവസ്വത മനു. ഹരേഷ്ണ വൈവസ്വത മനു. ഓക്കെ ഓക്കെ. വേറെ ഓക്കെ, എന്തെങ്കിലും? വഞ്ചകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യവച പതിദാനാം ഭവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. പ്രഭു ഒരു ചോദ്യമുണ്ട് ഇവിടെ. സംശയമുണ്ട്. ആ. ഓക്കെ. ജയാദായിനി മാതാജി പറയൂ. കേൾക്കുന്നില്ല, ക്ലിയർ ആവുന്നില്ല, ശബ്ദം കേൾക്കുന്നില്ല. കേൾക്കുന്നില്ല, ഒന്നും കൂടെ പറയൂ. വീഡിയോ ഓഫ് ചെയ്ത് പറയൂ. വീഡിയോ ഓഫ് ചെയ്തോളൂ, ചിലപ്പോൾ നെറ്റ്വർക്കിന്റെ പ്രശ്നമായിരിക്കും. വീഡിയോ ഓഫ് ചെയ്തിട്ട് സംസാരിക്കൂ. പറയൂ. പ്രഭു 24 മൂലകങ്ങളും ഇപ്പൊ കേൾക്കാമോ? കേൾക്കാം. 24 മൂലകങ്ങളും സൃഷ്ടിക്കായിട്ട് ഭഗവാൻ നൽകി. അപ്പൊ ബ്രഹ്മാവ് ഈ സൃഷ്ടി നടത്തിയിട്ട് ഇപ്പൊ ഇതിൽ ആത്മാവിനെ പ്രവേശിപ്പിക്കുന്നതും പരമാത്മാവ് ഓരോ അണുവിലും വരുന്നതും ഇത് ആരാണ് ഈ ഡ്യൂട്ടി ചെയ്യുന്നത് പ്രഭു? അതല്ലേ, ഭഗവാനാണല്ലോ ബീജം കൊടുക്കുന്നത്. നമ്മൾ പറഞ്ഞല്ലോ, ഭഗവാന്റെ, അതായത് കാരണോദകശ വിഷ്ണു മഹാവിഷ്ണുവിന്റെ ആ ദൃഷ്ടിയിലൂടെയാണ് ജീവജാലങ്ങൾ അല്ലെങ്കിൽ ജീവാത്മാക്കളെ അദ്ദേഹം പ്രകൃതിയിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ മഹാവിഷ്ണുവാണ് അതിൻ്റെ റോള്, കാരണോദശ വിഷ്ണുവാണ് അദ്ദേഹമാണ് കൊടുക്കുന്നത്. പിന്നീട് അവരെ ഓരോ യൂണിവേഴ്സിലേക്കും മാറ്റുന്നുണ്ട്. ആദ്യം ഈ മഹത്വത്വത്തിലാണ് വരുന്നത്. മഹത്വത്വത്തിൽ നിന്ന് പിന്നെ മറ്റുള്ള ബ്രഹ്മാണ്ടങ്ങളിലേക്ക് പോകുന്നുണ്ട്. എന്നാൽ ഈ ജീവജാലങ്ങൾ ഓരോ ബ്രഹ്മാണ്ടങ്ങളിലേക്കും പോകുന്നു, ഈ പറയുന്ന മൂലകങ്ങൾ പോകുന്ന പോലെ തന്നെ. അതിനുശേഷം പിന്നീട് ആ ഓരോ പർട്ടിക്കുലർ ബ്രഹ്മാണ്ടത്തിനകത്ത് ഉള്ള ബ്രഹ്മാവിനാണ് അവർക്ക്, ഈ ജീവാത്മാക്കൾക്ക് ശരീരം കൊടുക്കാനുള്ള ജോലി ഏൽപ്പിച്ചിട്ടുള്ളത്. അദ്ദേഹമാണ് ശരീരം കൊടുക്കുന്നതും കർമ്മം അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു. ഹരേ കൃഷ്ണ. എല്ലാവരും വരിക. പ്രഭുജിയോട് ആദരവപൂർവ്വം യാതൊരു മുടക്കവും കൂടാതെ നമുക്ക് കിട്ടുന്നതിലേക്ക് വേണ്ടി 3 പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ രാമ 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 ഹരേ രാമ ഹരേ രാമ രാമ ശോഭേച്ഛ കൃപാ സിന്ധുപേവച പതിദാനാം ഭവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. अनेक कोटि वैष्णव वृंद की हरिनाम संकीर्तन यज्ञ के हरे कृष्ण महामंत्र की श्रील प्रभुपाद की जय. श्री आनंद पद्मनाभ स्वामी की जय. हरे कृष्ण. प्रभु जी दंडवत प्रणाम. हरे कृष्ण.